الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബിദായത്തുൽ ഹിദായ എന്ന കിതാബ് 3 ഭാഗമുണ്ട്. അതാണ് അൽ ഖിസ്മുൽ അവ്വൽ, ത്വാഅത്ത്, അതായത് നിസ്കാരം, നോമ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ത്വാഅത്ത്. മറ്റൊന്ന് ഹറാമായ കാര്യങ്ങൾ വർജിക്കലാണ് രണ്ടാമത്തത്. പിന്നെ ആദാബു സ്വഹബ പറയുന്നു. ഏലം അന്ന അവാമിറല്ലാഹി തആല, അല്ലാഹു തആലാന്റെ കൽപ്പനകൾ എത്രയുണ്ട്? ഫറായിദു വനവാഫിൽ, ഫർളുണ്ട് സുന്നത്തുണ്ട്. ഒരു നിലക്ക് പറഞ്ഞാൽ തലമുൻ ജാസിമുണ്ട്, തലമ ഗൈറു ജാസിമുണ്ട്. അപ്പൊ ഫൽ ഫർളു റഅസുൽ മാൽ, ഫർളാണ് അതിന്റെ ക്യാപിറ്റൽ. വബിഹി തഹസുലുൻ നജാത്തു, നജാത്ത് കിട്ടേണ്ടതും ഫർള് കൊണ്ടാണ്. പിന്നെ സ്ഥാനമാനങ്ങൾ ഏറലാണെന്നുണ്ട് നവാഫിലൂടെ ഉണ്ടാവില്ല. ഫൻ നഫ്ലു ഹുവൽ റിബ്ഹു, നഫ്ല് ലാഭം. വബിഹിൽ ഫൗസു ബിദ്ദറജാത്ത്, ദറജാത്ത് കൊണ്ട് വിജയിക്കലാണ് ഇത് നഫ്ല് കൊണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി ഉദ്ധരിക്കുന്നു. അതിനാണ് ഖുദ്സിയായ ഹദീസ്. അതായത് സനദിന്റെ മുകളിലത്തെ ആരായി? അല്ലാഹു. ഇപ്പൊ ഖുദ്സിയായ ഹദീസാണ്. സനദിന്റെ ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിയ മർഫൂആയി, അതിന്റെ താഴെയാണെങ്കിൽ മൗഖൂഫ് എന്ന് പറയും. മാ തഖറബ ഇലയ്യ ഇലൽ മുതഖദ്ദിബൂൻ, അള്ളാഹുവിനെ കൊണ്ട് അടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അടുത്തിട്ടേ ഇല്ല. ബിമിസ്ലി അദാഇ മഫ്തറൽതു അലൈഹി, അവരെ മേലിൽ ഫർദാക്കി കൽപ്പിച്ച കാര്യം കൃത്യമായി വീട്ടൽ പോലത്തത് കൊണ്ട് പുറന്നുകൊണ്ട് നടക്കൂല. അതിന്റെ മതിക്കോതും വലിയ വിശാലമായി പറഞ്ഞ വിഷയമാണ്. ഇനി വലാ യസാലുൽ അബ്ദു, അപ്പൊ അല്ലാഹു തആലക്ക് ഏറ്റവും വേണ്ടത് അതാണ്. വലാ യസാലുൽ അബ്ദു യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, നവാഫിൽ കൊണ്ട് അടുത്തുകൊണ്ടേയിരിക്കും, അതിന് അറ്റയില്ല. അതാ ലാ യസാലു ഹത്താ ഉഹിബ്ബഹു, അതിന്റെ ആയത്തോടെയാണ് ഞാൻ ഓനെ സ്നേഹിക്കില്ല. അപ്പൊ അല്ലാഹ് മുഹിബ്ബും ഇവൻ മെഹബൂബായി മാറലാണ്. ഫൈദാ അഹബ്ബതുഹു, ഞാനൊരാളെ സ്നേഹിച്ചാൽ എന്താക്കും? കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വലിസാനഹു അല്ലദീ യൻതിഖു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലുഹു അല്ലതീ യംശി ബിഹാ. അഖ്റജഹുൽ ബുഖാരി അൻ സയ്യിദിനാ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആരാകും? അവൻ കേൾക്കുന്ന കാതു ഞാനാകും, അവൻ്റെ കാണുന്ന കണ്ണ് ഞാനാകും, സംസാരിക്കുന്ന നാവും ഞാനാകും, ക്രിയോത്തരങ്ങൾ ചെയ്യുന്ന കൈയും ഞാനാകും, നടക്കുന്ന കാലും ഞാനാകും. എന്ന് പറഞ്ഞാൽ അല്ല പത്തനായി മാറുമെന്നല്ല. അദ്ദേഹം പണ്ട് പറഞ്ഞ അതൊരു മുത്തശാബിഹായ വാക്കാണ്. മുത്തശാബിഹ വന്നാൽ അതിൻ്റെ വ്യാഖ്യാനം അറിയുന്നവരാണെങ്കിൽ കൃത്യമായി തഅ്വീൽ ചെയ്ത് പറഞ്ഞു കൊടുക്കുക, അറിയാത്ത ആളാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. രണ്ടാലും തൻസീഹ് വേണം. തഅ്വീൽ കൊടുക്കുന്ന അവസരത്തിലും തൻസീഹ് വേണം. ഇത് രണ്ടും അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞുകൂടാന്ന്. അതിന്റെ വ്യാഖ്യാനം നമ്മൾ അർക്കേണ്ട കിതാബിന്റെ വിശാലമായിട്ട് മസാല അബ്ദി ബിന്നവാഫിലി അല്ലാത്ത പുറമെയും 10 പറഞ്ഞിട്ടുണ്ട്. ഇനി വലൻ തസില അയ്യുഹ ത്വാലിബു ഇലൽ ഖിയാമ ബി അവാമിരില്ലാഹി തആല, അല്ലാഹു തആലാന്റെ കൽപ്പന ഉണ്ടല്ലോ, ഫർളും സുന്നത്തുമായ കാര്യങ്ങളെ കൊണ്ട് നിലനിൽക്കലിലേക്ക് എത്തൂല. ഇല്ലാ ബി മുറാഖബത്തി ഖൽബിക വജവാരിഹിക ഫീ ലഹലാതിക വഅൻഫാസിക, നിന്റെ ഓരോ കണ്ടു ചിമ്മി തുറക്കുന്ന സമയത്തും ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിന്റെ കൽബിനെയും അംഗങ്ങളെയും മുറാഖബ ചെയ്യാത്ത കാലത്തോളം എന്താകൂല? അവാമിറോ പ്രവർത്തിക്കാൻ കഴിയൂല. മിൻ ഹീന തുംസി ഇലാ ഹീന തുസ്ബിഹ്, വൈകുന്നേരം മുതൽ രാവിലെ വരെ. ഇനി തുറന്നു പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഫഅലം അന്നല്ലാഹു തബാറക വതആല മുത്തലിഉൻ അലാ ലമീരിക്, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ വരെ അല്ലാഹു തആല ഇത്ലാ ചെയ്യുന്നവനാണ് നീ മനസ്സിലാക്കണം. വമുശ്രിഫുൻ അലാ ലാഹിരിക വബാതിനിക, നിന്റെ ലാഹിറും അല്ലാഹു തആലാക്ക് അറിയാൻ കഴിയും, ബാത്തിനും അല്ലാഹു തആലാക്ക് അറിയാൻ കഴിയും. വമുഹീതുൻ ബിജമീഇ ഖതറാതിക വലഹനാതിക വഖതവാതിക, നിന്റെ ചലനങ്ങൾ, നിന്റെ കണ്ണ് ചിമ്മി തുറക്കുന്നത്, നിന്റെ മനസ്സിൽ ഉദിക്കുന്ന കാര്യം എല്ലാം അല്ലാഹു തആല വിശാലമായി അറിയുന്നവനാണ്.
വസായിൽ സക്കനാത്തിക്ക വഹറകാത്തിക്ക വഅന്നക ഫീ മുഖാലതതിക വഫീ ഖലവാതിക മുതറദ്ദിലും ബൈന യദൈഹി. നീ ജനങ്ങളെ കൂടെ കൂടിയാലും ശരി, മുഖാലത്തത്ത് അല്ല, നീ ഖൽവത്തിലായാലും ശരി, അള്ളാഹുവിന്റെ മുമ്പിൽ തന്നെ ഉള്ളത്. അതിൽ നിന്ന് ഖൽവത്തിലാകുമ്പോൾ ജനങ്ങളെ തൊട്ട് ഒഴിയാൻ എന്തെങ്കിലും അള്ളാഹെ തൊട്ട് ഒഴിയാൻ കഴിയൂല. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി എന്നല്ലേ, വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബൻ ബിന്നഹാർ. അപ്പം ഫലാ യസ്കുനു ഫിൽ മുൽക്കി വൽ മലകൂത്ത്, ഈ പ്രത്യക്ഷ ലോകത്തിലാവട്ടെ ആന്തരിക ലോകത്തിലാവട്ടെ, മലക്കൂത്ത് ഏതാണ്? ഗൈബ്. മുൽക്കും മലക്കൂത്തും പറഞ്ഞാൽ ലോകമല്ല. സാകിനുൻ വലാ യതഹറകു മുതഹദ്ദികുൻ, അടങ്ങുന്ന ഒരു സാധനം അടങ്ങലുമില്ല, ചലിക്കുന്ന ഒരു സാധനം ചലിക്കലുമില്ല. ഇല്ലാ വജബ്ബാറുസ് സമാവാതി വൽ അർളി മുത്തലിഉൻ അലൈഹി, ഇതിനെല്ലാം പരിപാലിച്ച് പോറ്റുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ മേൽ പൂർണ്ണമായി അറിയുന്നവനായിട്ടല്ലാതെ യഅലമു മാ യൽജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅ്റുജു ഫീഹാ. അതായത് യുഅക്കിദു ദാലിക ഖൗലുഹു യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടം അതുപോലെ തന്നെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് അല്ലാഹു തആല അറിയും. യഅലമു സിർറ വ അഖ്ഫാ, സിർറും അതിനേക്കാളും അറിഞ്ഞത് അറിയും. അഖ്ഫ എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ദീലി, സിർറാകുമ്പം കുറച്ച് വെളിപ്പെട്ടാലും അഖ്ഫ അതിനപ്പുറം ഏറ്റവും നിഗൂഢമാണ്, അതും കൂടി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ഫതഅദ്ദബ അയ്യുഹൽ മിസ്കീൻ മാഹിറൻ വ ബാത്തിനൻ ബൈന യദൈല്ലാഹി തആല, അല്ലാഹു തആലയുടെ മുമ്പിൽ നീ വളരെ അദബോടുകൂടി കഴിയണം. തഅദ്ദുബൽ അബ്ദിൽ ദലീലിൽ മുദ്നിബി ഫീ ഹദ്റത്തിൽ ജബ്ബാരിൽ ഖഹാർ, ജബ്ബാറും ഖഹാറുമായ അള്ളാഹിൻ്റെ ഹദ്റത്തിൽ ഒരു ദോഷിയായ നിസ്സാരനായ അബ്ദ് എങ്ങനെയാണോ കഴിഞ്ഞുകൂടുന്ന ആ കോലത്തിലാണോ. വജ്തഹിദ് അല്ലാ യറാക മൗലാക ഹൈസു നഹാക, വിരോധിച്ച ഒരു സ്ഥലത്തും അള്ളാഹു നിന്നെ കാണരുത്. വലാ യഫ്ഖിദക ഹൈസു അമറക, കൽപ്പിച്ച സ്ഥലത്ത് നിന്റെ ആബ്സെന്റും ഉണ്ടാകാൻ പാടില്ല, നിന്റെ അഭാവം ഉണ്ടാകാൻ പാടില്ല. വലൻ തഖ്ദിറ അലാ ദാലിക, ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇല്ലാ ബിഅൻ തുവസ്സഅ വഖാതക, നിന്റെ സമയത്തിന് എന്താക്കണം, ഇങ്ങനെ ബാധിക്കണം. ടൈം ടേബിൾ എന്നല്ലേ പറയുന്നത്, ഇന്ന മുതൽ ഇന്നത് വരെ, ഇന്നത് മുതൽ ഇന്നത് വരെ, ഇന്നത് മുതൽ ഇന്നത് വരെ എന്താക്കണം. അതാ വതുറത്തിബ ഉറാദക മിൻ സബാഹിക ഇലാ മസായിക, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ മണിക്കൂറും എന്താക്കാം, പിന്നെ പാർട്ടാക്കിയിട്ട് ബാധിക്കുക. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം യംബഗി ലിൽ മുഅ്മിനി, ഒരു മുഅ്മിന് അനിവാര്യമാണ് അയ്യകൂന ലഹു അർബഉ സഅാത്തിൻ മിനൻ നഹാർ, 4 തരം ടൈം, 4 വേണ്ടു എന്നല്ല, 4 വിഭാഗം ടൈം. എന്താ? സാഅത്തുൻ യുനാജി ഫീഹാ റബ്ബഹു, ഒന്ന് റബ്ബിനോട് മുനാജാത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സമയം. വസാഅത്തൻ യുഹാസിബു ഫീഹാ നഫ്സഹു, നഫ്സിനോട് എന്ത് ചെയ്ത്, എത്ര ഖൈർ ചെയ്തു, എത്ര ശ്രദ്ധ ചെയ്ത്, എത്ര ലാഭം കൊയ്തു, എത്ര നഷ്ടം കൊയ്തു, ഇതെല്ലാം കണക്കെടുക്കാൻ വേണ്ടി മുഹാസബക്ക് വേണ്ടിയുള്ള ഒരു സമയം. രണ്ടായില്ലേ? വസാഅത്തുൻ യഅതി ഫീഹൽ ഉലമാ അല്ലദീന യുബസ്സിറൂനഹു ബിഅംദില്ലാഹി തആല വയൻസഊനഹു, ദീനിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ അമലിനെ കൊണ്ടും അവനിക്കൊരു ബസീറത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന, അവനോട് നുസ്ഹാക്കി കൊടുക്കുന്ന ഉലമാനെ സമീപിക്കാനുള്ള ഒരു ടൈം. വസാഅത്തുൻ യുഖല്ലി ബൈന നഫ്സിഹി വലദ്ദാതിഹാ ഫീമാ യഹില്ലു വയജമ്മിൽ, ഹലാലാക്കപ്പെട്ടതും അവന് അനുയോജ്യവുമായ അവൻ്റെ നഫ്സിൻ്റെ ലദ്ദാത്തുണ്ടല്ലോ, തിന്നല് കുടിക്കൽ പോലത്തെ ഉറക്കം, അതുമായിട്ടുള്ളൊരു സമയം. അപ്പോൾ റെസ്റ്റിൻ്റെ സമയം എന്ന് പറയാം. ഇനി അതുകൊണ്ട് ഫാസഖയിലാമായി വിൽക്കായിലേക്ക് അവർ ടൈം ടേബിൾ പറഞ്ഞില്ലാന്ന്, അതിപ്പോൾ അതുക്കീലുമ്പോണ്ടല്ലോ, പൈതന്തമ്പകത്തമ്മിനോ അതുക്കീലും ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവാരിഫിലും മാരിഫിലും പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരെയും അവരുടെ കാഴ്ച, നമുക്ക് സ്വന്തം ടൈം ടേബിൾ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മളെ ജോലിയും അവരൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നുണ്ടാകും 100% ആസനത്തിലേക്ക് മുന്നിട്ടുണ്ടാകല്. നമുക്ക് ദുഞ്ഞാവും കുറച്ചെന്തല്ലോ സമയം വേണമല്ലോ. അതെന്താക്കണം ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് എന്താകുന്ന നിന്ന ഫാസഖയിലാമായി കയ്യിലേക്ക് മിന്നവാമിലില്ലാഹി തആല അലൈക, അള്ളാഹുവിൻ്റെ കൽപ്പന
മിൻ ഹീന തസ്തൈഖിളു മിൻ മനാമിക് ഇലാ വഖ്തി റുജൂഇക ഇലാ മദ്ജഇക. രാവിലെ ഉണർന്നത് മുതൽ രാത്രി കിടക്കാനാകുന്നത് വരെയുള്ള ടൈം ഓരോക്കുന്നു. ആദ്യമായി ഉറക്കുന്ന ഉണരുന്നത് മുമ്പ് തുടങ്ങും. നല്ലൊരു തർത്തീബാണ് പ്രാരംഭം. ഈ ആദാബിൽ ഇസ്തിഖാദ മിനൻ നൗം. ഫൈദ ഇസ്തൈഖൽത മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന് നീ ഉണർന്നാൽ ഫജ്തഹിദ് അൻ തസ്തൈഖിള ഖബല തുലൂഇൽ ഫജ്ർ, ഫജ്ർ വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉണരാൻ വേണ്ടി നീ ശ്രമിക്കണം. ഉണർന്നതിന് ശേഷമാക്കാന്നുള്ളത് മതിയെങ്കിലും അല്ലെ. വല്യക്കുൻ അവലമായി എഴുതിയ കൽബിക്ക മലിസാനിക്ക ദിക്റുല്ലാഹി തആല, നിന്റെ നാവിലും നിന്റെ കൽബിലും ആദ്യമായി ഓടിയെത്തേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ ദിക്റാണ്. ഫഖുൽ ഇൻദ ദാലിക്, അപ്പം പറഞ്ഞോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പം അതിൽ ഓരോ കലിമത്ത് പറഞ്ഞാലും അതിൻ്റെതായ പൂർണ്ണത കിട്ടി. എല്ലാം ഇല്ലെങ്കിലും അസ്ബഹനാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽ അളമത്തു വസ്സുൽത്താനു ലില്ലാഹ് വൽ ഇസ്സത്തു വൽ ഖുദ്റത്തു ലില്ലാഹ്. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയ്യിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور. اللهم إنا نسألك أن تبعثنا في هذا اليوم إلى كل خير آمين. ونعوذ بك أن نجترح فيه سوءا أو نجره إلى مسلم. ഈ ദിവസത്തിൽ എന്തെങ്കിലും ഒരു ദോഷം നമ്മൾ കൽപ്പിച്ചുകൊണ്ടുണ്ടാക്കലോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ അത് ബാധിക്കലോ അല്ലെങ്കിലും മറ്റൊരാൾ നമ്മളിലേക്ക് വരുത്തോ. അപ്പം ദുൽമും വേണ്ട മദ്ലൂമും വേണ്ട. ഔ യജ്റഹു അഹദുൻ ഇലൈനാ നസ്അലുക ഖൈറ ഹാദൽ യൗമി വഖൈറ മാ ഫീഹി വനഊദു ബിക മിൻ ശർരിഹി വമിൻ ശർരി മാ ഫീഹി വശർരി മാ ബഅദഹു. എൻ്റെ ഹാശിലത അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദ്ന ലീ ഫീ ബിദിക്രിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാഹില്ലദീ ഖലഖൻ നൗമ വൽ യഖളത വൽഹംദുലില്ലാഹില്ലദീ ബഅസനി സാലിമൻ സവിയ്യാ. أشهد أن الله يحيي الموتى وهو على كل شيء قدير. لا إله إلا أنت سبحانك اللهم أستغفرك لذنبي وأسألك رحمتك. اللهم زدني علما ولا تزغ قلبي بعد إذ هديتني وهب لي من لدنك رحمة إنك أنت الوهاب. إذا أذكار للمردنا باطل ഇമാമിൻ്റെ അദ്കാറുണ്ടല്ലോ. അപ്പം ഇതിലെല്ലാം കൂടി ആഘോഷിക്കാതെ അന്നത്തെ മഫീദായ ജുംല പറഞ്ഞാൽ അതിനനുസരിച്ചാണല്ലോ. ആദ്യം പറഞ്ഞ അൽഹംദുലില്ലാ അത് മാത്രം ഉണ്ട്, അതിൻ്റെ ഇതായി അങ്ങനെ കുറേശ്ശെ വർദ്ധിപ്പിച്ചാണ്. ആകത്തെ 2-3 മിനിറ്റാണ്. ഇനിയിപ്പോൾ എന്താക്കും? വസ്ത്രം വേറെ വസ്ത്രം എടുത്ത് കൊടുക്കും. ഫൈദാ ലബിസ്ത സിയാബക, വസ്ത്രം ധരിക്കുന്ന അവസരത്തിൽ ഫൻബി ബിഹി ഇംതിസാല അംരില്ലാഹി തആല, അല്ലാഹു തആല ഔറത്ത് മറക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനക്കാണ് ഞാൻ വസ്ത്രം കൊടുക്കുന്നതെന്ന് കരുതുക. ഫീ സത്രി ഔറാത്തിക വഹദർ അൻ യകൂന ഖസ്ദുക മിൻ ലിബാസിക മുറാഅത്തൽ ഖൽഖി, പടപ്പുകളെ കാണിക്കാൻ പോകേണ്ട എനിക്ക് മുന്തിയ വസ്ത്രമുണ്ട്, അങ്ങനെയുണ്ട്, ഇസ്തിരി ചുളിയാത്ത വസ്ത്രമുണ്ട് എന്ന് കാണിക്കലൊന്നും കരുതാൻ പാടില്ല. അത് മുമ്പ് നീയത്തന്നെ ബാബിലി മുമ്പ് കഴിഞ്ഞല്ലോ. ഇനി ബഹബു ആദാബ് ദുഖൂലിൽ ഖലഖ, അന്താസിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദാബ്. ഫൈദാ ഖസത്ത ബൈത്തുൽ മാഇ ഖളാഇൽ ഹാജ, ഹാജത്ത് വീട്ടാൻ വേണ്ടി ബൈത്തുൽ മാഇ ഹമ്മാം. ഫഖദ്ദിം ഫി ദുഖൂലി റിജ്ലകൽ യുസ്റാ, പ്രവേശിക്കുന്ന അവസരത്തിൽ ഇടത്തേക്കാലം എന്തെങ്കിലും ചിലപ്പോൾ നിത്യേന ഓട്ടോമാറ്റിക്കായി നടക്കുന്ന സംഗതിയാണ്. അതിനെക്കുറിച്ച് ശ്രദ്ധ പോകണമെന്നേ ഉള്ളൂ. 2 കാലം കൊണ്ടും കൂടി കയറി തുള്ളിലില്ല, ഹൈജമ്പില്ലല്ലോ. ഏതെങ്കിലും ഒരു കാലം വെക്കണം. അത് ഇടത്തേക്കാലം വെച്ചാൽ പ്രശ്നം തീർന്നു. എന്തിനടുത്തേക്കാലം വെക്കുന്നു? അതിനത് കൽപ്പന, അത് അതിൻ്റെ നിയത്തായി.
വഫിൽ ഖുറൂജിലോ റിജ്ലക്കൽ യുംന വലത്തേക്കാലും ഉന്തിക്കണം. വലാ തസ്തസ്ഹിബ് ശൈഅൻ അലൈഹി ഇസ്മുല്ലാഹി തആല വസ്മു റസൂലിഹി, അല്ലാഹുവിൻ്റെയോ റസൂലിൻ്റെയോ പേര്, അതുപോലെ മുഅല്ലമായ ആരുടെയോ. ബഖസാരി ഇമാമിൻ്റെ പേരെടുത്തിട്ട് രണ്ടാസിൽ പോണ്ട, അത് മുഅല്ലമല്ലേ. നബി ഇമാമിൻ്റെ പേരെടുത്തിട്ടും പോണ്ട, ഇമാം ബുഖാരി തങ്ങളുടെ പേരെടുത്തിട്ടും പോണ്ട. ചുരുക്കത്തിൽ മുഅല്ലം, നമ്മൾ ആദരിക്കപ്പെടേണ്ടുന്ന ആരെ പേരും ആ പേരെന്താക്കും ഇസ്മ മുസമ്മന്റെ മേലെ അറിയിക്കുമല്ലോ. അതല്ല ബദരീങ്ങളെ പേര് ഇസ്മ മുസമ്മയും തമ്മിലുള്ള ബന്ധം എന്നല്ലേ പറയില്ലേ. ബദരീങ്ങളെ പേരെഴുതി വെച്ചെങ്കിൽ ബദരീങ്ങളെ തസറുഫാത്ത് നടക്കുന്നുണ്ട്. ബദർ മൗലിയത്തിൽ കുറെ ഹിസിയും പറഞ്ഞില്ലേ. ഒന്ന് ഹിസിയായി കാണിച്ച്, മറ്റൊന്ന് ഖയാലിയായി കാണിച്ച്, ഒന്ന് മനാമിയായി കാണിച്ച്, ഒന്ന് ഇസ്മ മുസമ്മയും തമ്മിലുള്ള മുനാസബത്തും കാണിച്ച്. അതാണ് ആദ്യം തുടങ്ങിയത്. കത്തബ അസ്മാ അഹ്ലി ബദർ വജഅലഹു ഫീ ഉസ്ഖുഫത്തിൽ ബാദ്. കള്ളന്മാർ വന്നപ്പോൾ ബദരീങ്ങളെ യുദ്ധത്തിന്റെ ഒച്ചപ്പാട് അവിടെ കേൾക്കുന്നു. അതേതാണ് ഇസ്മും മുസമ്മയും തമ്മിലുള്ള മുനാസബത്തായി ഇപ്പൊ കണ്ടത്. ഇസ്മിന്റെ മുകളിലെല്ലാം നടക്കുന്നു, അഡ്രസ് കൊടുക്കുന്നതും തലയിൽ മറക്കാതെ കണ്ട് കയറണ്ടാം. ജിന്നിന്റെ വക്കൽ നിന്നുള്ള ഒരു ബാധ എന്താകും ഉണ്ടായിത്തീരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഒൻ നിസിയാനു, അതുപോലെ മറവി ഉണ്ടാക്കും. വൗലൂഖിർ ബിശ്ശഅരി, അവിടെയുള്ള ചീത്ത വാസന മുടിയുമായി ബന്ധിക്കും. ഇത് വസ്ത്രമെല്ലാം വെച്ചിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഒന്നും വാങ്ങാണ്ട് വെറുതെ തിരിച്ചു വന്നാലും കുപ്പാന്ന് അറിയില്ലേ, ഉണക്കും. അപ്പൊ ഫസത്തറൂർ റഅസിൻദ ദുഖൂലിൽ ഖലാഇ അൽ ഹമ്മാമി മിനസ് സുന്നഹ്, അതുകൊണ്ട് തലമറക്കൽ എന്നുള്ളത് സുന്നത്താണ്. വകദാലിക ലബ്സുൻ നഅലൈൻ, അതുപോലെ രണ്ട് ചെരുപ്പ് ധരിക്കലും സുന്നത്താണ്. അതിവിടെ പറയാൻ ഒഴിഞ്ഞു വരുന്നതാക്കാൻ മുമ്പ് കൂട്ടി കൊടുക്കും. വഖുൽ ഇൻദ ദുഖൂലി, കയറുന്ന അവസരത്തിൽ കയറിയിട്ടല്ല പറയും, കയറും പറഞ്ഞു ബിസ്മില്ലാഹി അഊദു ബില്ലാഹി മിനർ റിജ്സിൻ നജിസി അൽ ഖബീസിൽ മുഖ്ബിസി ശൈത്വാനിർ റജീം. അത് ഒരു റിവായത്ത് അങ്ങനെ, അല്ലെങ്കിൽ മിനൽ ഖുബസി വൽ ഖബായിസി, ഏതെങ്കിലും റിവായത്ത് ആയാലും മതി. വഇൻദൽ ഖുറൂജി, പുറപ്പെടുന്ന നേരത്ത് ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി മാ യുദീനി വഅബ്ഖാ അലയ്യ മാ യൻഫഉനി. എന്നിട്ടോ വയംബഗി അൻ തുഇദ്ദൻ നബില എന്ന് പറഞ്ഞാൽ എന്താണ്, ഖനനം ചെയ്യേണ്ട കല്ലുകൾ. എല്ലാത്തിനും വെള്ളം സുലഭമായി കിട്ടൂലല്ലോ, ആ കാലത്തെല്ലാം പറയണ്ടേ. ഇപ്പൊ സുഡാനെല്ലാം പോയാൽ അളന്നു കുറച്ചിട്ട് കുപ്പിക്കത്ത വെള്ളം തരിക, അന്ന് ദിവസം കഴിച്ചോളണം. ഒന്നു കൊടുക്കലല്ല എന്നെ കൊണ്ടാക്കും, വെള്ളം കിട്ടൂല. ഇബ്രാഹിമിക്ക് കുഴപ്പമില്ലേ, കഴുതപ്പുറത്ത് 2 തമിഴിട്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവരും. ഇന്നത്തെ ഈ ഇവിടുത്തെ പഞ്ചായത്ത് വെള്ളവും ടാപ്പും അതൊന്നും അടക്കാണില്ല. നമ്മ ഒരാഴ്ച അവിടെ ഉണ്ടായിട്ടില്ലേ. അതിൽ നിന്ന് എന്താക്കുക, നമ്മൾ മീമാങ്ങം പോലെ വാങ്ങിയിട്ട് പാത്രം കൺസൂത്രം വാങ്ങിയിട്ട് എന്നിട്ട് ദിവസം കഴിച്ചുട്ടിക്കൊള്ളണം. അല്ലെങ്കിൽ പിന്നെ എന്ന് ചായ വെക്കാനും വെള്ളം ഉണ്ടാവില്ല, ചോർക്കാൻ വെള്ളം ഉണ്ടാവില്ല. അളന്ന് കുറിച്ചിട്ട് തരും. വിശ്വാസക്കാർക്ക് ഭയങ്കര അടിയാണ്. പള്ളിയിൽ ഒരു ചാക്ക് നിറച്ചും കല്ലുണ്ടാവും. കല്ല് ഇസ്തിജ്മാറിന് വേണ്ടിയിട്ടില്ല. എല്ലാം വെള്ളം വളരെ നമ്മളിവിടെ ഡീസൽ വാങ്ങും പോലെ വാങ്ങേണ്ടി വരും. അവിടെ എല്ലാം വെള്ളം. ബെഞ്ചാളത്തെല്ലാം കണിങ്ങത്തൊരു കല്ല് ഓരോ തേമ്പ അങ്ങനെയാന്ന് പറയും. നമ്മളെ കിതാബിലെ മസാല കൊക്കൂല എന്നേ എന്താക്കും ഇതാ നമ്മളെ തേമ്പ സോപ്പെടുക്കുമ്പോൾ ആക്കിയാൽ തുടച്ചിട്ട് കീശയിൽ തന്നെ. അന്നുബുൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊള്ളാസിൻ ഹരീസിന്റെ സറയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതിനിടയും ഉണ്ട്. കണ്ട വീട് മിനിങ് ഹിജാറത്തുൽ ഇസ്തിൻജാ വഫിൽ ഹദീസ് ഇത്തഖുൽ മലായിന വഅഇദൻ നുബലാൻ. ആളെ ശാപം കിട്ടാവുന്ന സ്ഥലത്തൊന്നും പോയി ഇരിക്കാൻ പാടില്ല, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. വൈകുന്നാളൊക്കെല്ലാം ആൾക്ക് ബുദ്ധിമുട്ടാകുന്നതിലേക്കെല്ലാം ആളും ശപിക്കും. അതുപോലെ നുബലി വൽ മുഹദ്ദിസൂന യഖൂലുന നബലി ബിൽ ഫത്ഹി. മുഹദ്ദിസീകളുടെ ഭാഷയിൽ നബൽ എന്ന വായിക്കല്, ഇത് നുബല, രണ്ടും മയനം തന്നെ. അത് കബില ഖദാഇൽ ഹാജത്തിന്റെ മുമ്പായിട്ട് അത് ഒരുക്കി വെക്കണം എന്ന് പറഞ്ഞു. ഇനി വല്ല തസ്തൻജിയ ബിൽ മായി ഫി മൗലി ഖദാഇൽ ഹാജ, ഖദാഉൽ ഹാജത്ത് നടത്തി അതേ സ്ഥലത്ത് വെച്ചിട്ട് വെള്ളം കൊണ്ട് എന്താക്കും ശുദ്ധീകരിച്ചാൽ ഈ തെറിക്കുന്ന വെള്ളം വരട്ടെ കുടിക്കൂലേ.
ഇപ്പൊ ധരിക്കലൊന്നും ശ്രദ്ധയില്ലല്ലോ. ഇന്നാളെ യാത്രയിൽ വല്ലാണ്ട് മൂത്രിക്കാൻ പറ്റി ഒരു 3-4 കോട്ട് കൊടുക്കുന്ന, പച്ചക്കോട്ടും കറുത്തോട്ടെല്ലാം കൊടുക്കുന്ന ഒരു കോളേജിൽ കയറി നോക്കുമ്പോൾ പണ്ടവിടെ സാധാരണ ഇന്ത്യൻ ക്ലോസറ്റാണ്, അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് അരയിഞ്ച് ബണ്ണത്തിലെ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് അരിയാണ് മൂത്രയ്ക്കുണ്ട്. ഒഴിച്ച മൂത്രം എന്ത് പറയും, എനിക്ക് വേണ്ട, നിന്റെ കുപ്പായത്തിലും മൂത്രം നീ എടുത്തോന്ന് പറയും. അവിടെ നിന്ന് ആയിരക്കണക്കിന് കോജാക്കന്മാരും മൂത്രയിക്കുന്നു, ഒന്നുണ്ടാക്കുന്നു. ഞാൻ ഒഴിക്കാണ്ട് മടങ്ങേണ്ടിയൊന്നും എന്താ ചെയ്യല്, നമുക്ക് നിൽക്കിരിക്കണ്ടേ. അവിടെ ശക്തിയായിട്ട് ഒഴിക്കണ്ടാവും, വെറുതെ ഇങ്ങനെ ഒഴിച്ചാൽ തന്നെ ബേച്ച് മൊത്തം ഉണ്ടാകുക. ഇതാ നടത്തിപ്പുകാർക്ക് അറിഞ്ഞൂടെ? അല്ലാടെ പഠിക്കുന്നവരെ കിതാബിലൊന്നും ഇല്ല ഇത്. നമ്മിടക്ക് സിയാറത്തിന് വന്നപ്പോൾ തന്നെ ചെയ്യണ്ടേ? അങ്ങനെ പറ, അപ്പൊ മോഡലാണ്. എന്റെ സ്വന്തം മൂത്രം അതിന് കോലും കീഴ് അന്നേരം ഹദീസും ആയിട്ടെല്ലാം വരുമോ? അങ്ങനെയുണ്ടെന്ന് പറയും. സ്വന്തം മൂത്രം ദാഹിറാന്ന് പറഞ്ഞേക്കുമ്പോണെങ്കിൽ അല്ല, എങ്ങനെ ഈ മനസ്സാക്ഷി വന്നിട്ടുണ്ടാവും? വളരെ ആശയതുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് തിരിച്ചു തെറിക്കുന്നതിനാണ്. അത് തന്നെ ഇപ്പോഴത്തെ യൂറോപ്പിൽ ഇല്ലാണ്ടാക്കിയാൽ ആദ്യം ഫ്ലഷ് അടിച്ച് കളഞ്ഞിട്ടോണം വരായിരിക്കും. എല്ലാം എന്താക്കോ അത് തിരിച്ചു വരും. എല്ലാം പിന്നെ എന്താക്കണം, അരക്കുന്നേക്ക് വേണം. ആ മുത്തനജിസ് ഇങ്ങോട്ട് തിരിക്കുമല്ലോ. അതിനാ പഴയ കാലത്ത് ആലിമ്യങ്ങൾ മേൽനോട്ടത്തിൽ ബാത്റൂം ഉണ്ടാക്കിയാൽ ചളപ്പം ജുമാഅത്തുള്ളിലെ കണ്ടതാ 1 മീറ്ററാണ് ആഴം. ജുമാഅത്തുള്ളിലെ ബാത്റൂം വെച്ചു പണ്ട് ഹദ്ദാത്തുള്ളിൽ അങ്ങനെയാണ്. എന്താ പഴയ ബാത്റൂം എനിക്ക് ഓർമ്മയുണ്ട്. എന്താന്ന് അവധ ആൾക്കാരെ മേൽനോട്ടത്തിലാണ് പണിക്കുന്നത്. അതേ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും വീണു പോയി കയറാൻ പണിയായി. കാരണം ചിലർക്ക് ശക്തമായിട്ട് മുദ്രിക്കാൻ ശക്തമായിട്ട് വഹിക്കണ്ടാവും. അത് പോകാല്ലാന്നിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മുദ്രയുടെ സ്തംഭിക്കും, അത് രോഗമായിട്ട് മാറും. പോകുന്ന സ്വന്തമായിട്ട് പോകണം. അങ്ങനല്ലേ? പഞ്ചവേഗങ്ങളെ തടയാൻ പാടില്ല. മലം, മൂത്രം, ഗ്യാസ്, ഛർദി, തുമ്പല് ആരോഗ്യത്തിൽ കാണാനോ. ഛർദി ഞാൻ ഛർദിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അവിടെ പിടിച്ചു നിർത്തിയാൽ ശരിയല്ല. ഛർദിച്ച് പോകണം, തുമ്പലും പോകണം. ഗ്യാസ്, അതുപോലെ വേർപ്പ്. എന്താ വാൻ തസ്തബദിയ മിനൽ ബൗലി, ബൗലിനെ തൊട്ടെന്താക്കണം, പറ്റൊഴിയണം. ബി തനഹനുഹി മന്നത്തിന് സലാസൻ, 3 വട്ടം തടകിയിട്ടും 1 തൊണ്ടയനക്കിയിട്ടും. വബി ഇമ്രാറുൽ ജദിൽ അസ്ഫലിൽ ഖദീബ്, അത് ഏതെങ്കിലും കോല ഉണ്ടായാൽ മതി, ഇന്ന് തന്നെ പോകണമെന്നില്ല. പറ്റ ഒഴിഞ്ഞു എന്നുള്ള എന്താകണമെങ്കിൽ ബോധ്യം വരണം. വൈകുന്ത ഫിസ് സഹറായി, ഇനി ആളൊഴിഞ്ഞ സ്ഥലമാണ്, ബിൽഡിംഗൊന്നുമില്ല. എന്നാ ഫബുഅ തന്നെ അയിനാതിരി, കാണികളുടെ കണ്ണിനെത്തിട്ട് ദൂരത്ത് പോകണം. വസ്തതിർ ബിശൈഇൻ ഇൻ വജതഹു, എന്തെങ്കിലും സാധനം കൊണ്ട് മറയാക്കണം അത് കിട്ടിയെങ്കിൽ. വലാ തക്ഷിഫ് ഔറത്തക ഖബല ഇന്തിഹായി ഇലൽ മൗദിഇൽ ജുലൂസ്, ജുലൂസിന്റെ സ്ഥലത്ത് എത്തുന്നവരെയും ഔറത്ത് വസ്ത്രം പൊന്തിക്കാൻ പാടില്ല. വലാ തസ്തഖ്ബിലി ശംസ വലൽ ഖമറ വലാ തസ്തദ്ബിറുഹുമ, ഖമറിന്റെയും അതുപോലെ തന്നെ സൂര്യനെയും മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത്. വലാ തസ്തഖ്ബിലിൽ ഖിബ്ലക്ക് മുന്നിടാൻ പാടില്ല. വലാ തസ്തദ്ബിറുഹ, അത് പിന്നെ വാജിബ് തന്നെ. വലാ തജ്ലിസ് ഫീ മുതഹദ്ദിസിൻ നാസ്, ജനങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല. ഔ ഫീ ദില്ലിഹിം, എല്ലാം ഒരു തണലുള്ള നിൽക്കും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. വലാ തബുൽ ഫിൽ മാഇർ റാകിദ്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. വലാ തഹത ഷജറത്തിൽ മുസ്മിറ, ഫലം കായ്ക്കുന്ന മരങ്ങളുണ്ടല്ലോ അതിൻ്റെ കീഴിലും. വലാ ഫിൽ ഹുജൂഹിരി, മാളങ്ങളിലും, ഭൂമിയിലുള്ള മാളം. എന്തെങ്കിലും ജീവികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ജിന്നുകൾ ഉണ്ടാകും. ഒരു ചരിത്രത്തിൽ കാണാമല്ലോ, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു കൊന്നാളെ പിടിച്ചു കൊടുക്കുന്നില്ല. അത് മിസ്കാത്തിലും എൻ്റെ ശർഹിലും കാണാം. രാത്രി പാട്ടും പാടി ജിന്നുകൾ ഇങ്ങനെ പോകുന്നുണ്ടോ, സഅദ് ബിൻ ഉബാദ തന്നെ ഞാൻ അടിച്ചു കൊന്നതാണ്.
നമ്മ കൊടുത്ത അടി പഴച്ചിട്ടേ ഇല്ല, നെഞ്ഞെ തന്നെ കിട്ടീനി. അവറമൈനാഹോബിസഹമീൻ ഫലം അവിടെ കൽബിൽ തന്നെ തട്ടിയതെന്ന്. അപ്പം അതിന് കാരണം പറഞ്ഞത് മാളത്തിന് ഉത്തരവിച്ചിട്ടെന്ന് പറയും, കിട്ടിയടി. അതുപോലെ കച്ചറ ആത്മാസാധനങ്ങൾ മറിക്കുമ്പോൾ അങ്ങനെ അടിക്കാൻ പാടില്ല. ചില ജിന്നുകളെ വെയ്യുമ്പോന്നുണ്ടെങ്കിൽ എന്താക്കും, അടി കിട്ടും. അപ്പം ആദ്യം താബീദയിലണം വിസ്മയ ഒന്നെങ്കിലും ചൊല്ലിയിട്ട് എന്നാൽ പോന്നാൾ പോയിക്കോട്ട്. നമ്മൾ കാണുന്നില്ലെങ്കിൽ അതൊക്കെ സാധനം ഉണ്ടല്ലോ. നിവാഹിതയിൽ അറുന്ന സുൽബത്ത, കട്ടിയുള്ള ഭൂമി സൂക്ഷിക്കണമെന്ന്. എന്താണ് മുഴുവനെ ഒഴിച്ച തന്നെ നീ തന്നെ എടുത്തോന്ന് പറയും, എനിക്ക് വേണ്ടാന്ന്. അതിൽ പറഞ്ഞാൽ നീ അറബി കോളേജിലെ മുത്തർപ്പന അവിടെ മനസ്സാക്ഷി അവിടെ പോയി എന്നാണ്. മഹാബിദ്ദി, കാറ്റടിക്കുന്ന സ്ഥലത്തും കാറ്റും കൊണ്ട് തിരിച്ച് അടിക്കുമല്ലോ. ഇഹ്തിറാസമിന റഷാഷ്, അത് തെറിക്കലിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വത്തക്ക് ഫി ജുലൂസിക്കാലെ ഡിജിറ്റൽ ഇസ്ര, ഇടത്തെ കാലിൻ്റെ മേൽ ചാരിയിരിക്കണം. വലാ തബുൽ ഖായിമൻ, നിന്നിട്ട് ഒഴിക്കണ്ട. നിന്നിട്ട് ഒഴിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു വോയിസ് ഉണ്ടായില്ല. ഒരു മൂത്ര രോഗത്തിൻ്റെ ഡോക്ടർ ചെയ്ത വോയിസ് കാമണിക്കൂറുണ്ട്. സടായി വിരോധിച്ചതിൻ്റെ കള്ളിയും എന്നുവെച്ചാൽ ഇതിങ്ങനെ സാധാരണ ഇരിക്കുമ്പോൾ എന്താക്കും, ഇതെല്ലാം ഇങ്ങനെ താണ് ലൂസായിട്ട് റിലാക്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉള്ളത് മുഴുവനും തള്ളിക്കളയുന്നു. നിൽക്കുന്ന അവസരത്തിൽ പേശി മേലോട്ട് വലിയും. മേലോട്ട് വലിയുമ്പോൾ തൽക്കാലം ഉള്ളത് മാത്രമേ പോകുള്ളൂ, ബാക്കി അവിടെ ബാക്കി വെച്ചിട്ടുണ്ടാവുന്നു. അതായത് പേശി വലിയല്ല അയാൾ പറഞ്ഞിട്ടുണ്ടത്. ഹദീസും ഈ ഇതെല്ലാം വെച്ച് സാധാരണ വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലാസ് പറയുന്നുണ്ട്. ആ ബാക്കി വന്ന് എന്താക്കും, നടത്തത്തിലോ യുദ്ധത്തിലോ പോയപ്പോൾ സുജൂദ് ചെയ്യുമ്പോഴേക്കും ചടപറ മുത്തണിക്കല്. പിന്നെ നിൽക്കാനാണ് എല്ലാം ബാക്കി പോയിട്ടില്ല, അവിടെ കെട്ടിക്കിടക്കും. ബാഹ്യഭാഗത്തേക്ക് വന്നത് കെട്ടിക്കിടന്നാൽ ഒന്നെങ്കിൽ പോകും അല്ലെങ്കിൽ പോകില്ല. പോകാണ്ടിരുന്നാൽ അത് തടസ്സമായി, പോയാലോ വസ്ത്രമെല്ലാം പടക്കുപോയി. പിന്നെ ലറൂറത്തുണ്ടായാൽ മുട്ട മടക്കാൻ കഴിയുന്നില്ല, അങ്ങനെയാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായില്ല എന്ന് ലറൂറത്ത്. ഇനി വജ്മഅ ഫിൽ ഇസ്തിൻജാഇ ബൈന ഇസ്തിമാലിൽ ഹജരി വൽ മാ, ഇസ്തിൻജായിൽ എന്താക്കണം, വെള്ളവും കല്ലും ഒരുമിച്ച് കൂട്ടാൽ നല്ലതാണെന്ന് പറഞ്ഞു. ഇതിലൊക്കെ പറഞ്ഞല്ല, അത് അബലകാണ്. വൈൻ അറത്തൽ ഇഖ്തിസാർ അലാ അഹദിഹിമാ ഫൽ മാ, ഒന്നും ചുരുക്കുകയാണെങ്കിൽ വെള്ളം തന്നെയാക്കുന്നത്. പിന്നെ അടുത്ത് അല്ല വൈനറത്തൽ ഇഖ്തിസാർ അലൽ ഹജരി, ഹജറിന്റെ മുകളിൽ മാത്രം ചോദിക്കുന്നു. എന്നാൽ അതിന് പ്രത്യേക കൈഫിയത്ത് തന്നെയാണ് ഫിഖഹിലുണ്ട്. 3 സാധനം വേണം. അത് 3 വലിയൊന്നിന്റെ 3 ഭാഗങ്ങളായാലും മതി. അപ്പോൾ പ്ലെയിനെല്ലാം കയറിയ സാധനം കല്ല് കിട്ടുന്നതിന് ക്ലീനക്സ് ഉണ്ടാകില്ല. അതാക്കണം, കട്ടിയായി മടക്കണം. പദം വന്നാൽ പറ്റൂലല്ലോ. അതിന് ഷർത്തൊക്കെ പറഞ്ഞില്ലേ, ഒന്ന് കാലി, അതായത് ഇത് അബ്സോർബ് ചെയ്യുന്ന സാധനമാകണം. മിനുസുള്ള സാധനത്തിന് നമ്മൾ അത് വിരിക്കൂലല്ലോ. താഹിറായിരിക്കണം. താഹിർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അപ്പം കഷ്ണം റൊട്ടിയൊന്നും പറ്റൂല, ഭക്ഷണമല്ലേ. എല്ലാകാൻ പാടില്ല, പിന്നെ നജസ് ഉള്ളതാകാൻ പാടില്ല. അപ്പൊ ആരെങ്കിലും ചാടി എടുത്തിട്ട് എടുത്താൽ പറ്റില്ല. അതുണ്ടാവും. ഇഷ്ടിക, നമ്മുടെ ഇഷ്ടികയില്ല, ചുവന്ന ഇഷ്ടിക നല്ലോണം. അതുപോലെ ചോക്ക്, അതെല്ലാം വലിച്ചെടുക്കുന്ന സാധനമാണ്. ഇപ്പം നല്ല ഇതുണ്ട്, ടിഷ്യൂ നല്ല 1-2 എണ്ണം മടക്കാക്കി വെച്ചാൽ ശരിക്കും വലിച്ചെടുക്കും. അപ്പൊ കല്ലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നല്ല പറയുന്നത്. കൊല്ലു ജാമിദീൻ, എത്ര ചേർത്ത് താഹിറായിരിക്കണം, ജാമിദായിരിക്കണം. പിന്നെ കാലിയാണ്. കാലിയ എന്ന് പറഞ്ഞാൽ വിളിച്ചെടുക്കുന്നത് 3 എണ്ണം വേണം. 3 ഇല്ലെങ്കിൽ പല പാർട്ടാക്കിയിട്ട് 3 ഭാഗമാക്കിയാലും മതി. ചുരുങ്ങിയത് 3 വേണം. പിന്നെ അവസാനിപ്പിക്കുമ്പോൾ 5, 7, 9 അത് എപ്പോഴും വൃത്തിയാകല് ആദ്യം വേണം. അത് 3 മലാവുമെങ്കിൽ എങ്ങനെ. അപ്പൊ 2 കൊണ്ട് വൃത്തിയായാലും 3ാമത്തെ വാജിബാണ്. അതിന് പ്രത്യേകം കൈഫിയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മൂപ്പർ ഇത് ചുരുക്കി അങ്ങോട്ട് പറ്റി പറയൂ, ബാക്കി വേണമെങ്കിൽ നോക്കണം. ദഫഅലൈക തസ്തമില സലാസത അഹ്ജാരിൻ, കണ്ട 3 കല്ല് ഉപയോഗപ്പെടുത്തണം. താഹിറത്തായിരിക്കണം. മുനസ്സിഫത്തിൽ ലിൽ ഐൻ, ഐനിനെ വിളിച്ചെടുക്കുന്ന. തംസഹു ബിഹ മഹല്ലൻ നജ്വി, നജാസത്തിന്റെ സ്ഥലത്ത് അതുകൊണ്ടെന്താക്കണം, നീ തുടക്കണം.
അത് കല്ല് മതിയാകാത്ത സ്ഥലങ്ങളും പറഞ്ഞു ഫിഖഹില്. അങ്ങനെ പുറമേ നിന്ന് വേറെ നജാസത്ത് ഉണ്ടായിത്തീർന്നു, അടിയിൽ നിന്ന് തെറിച്ചുപോയി. അല്ലെങ്കിൽ ആ നിശ്ചിത മഹലിൽ നിന്ന് വിട്ടിട്ട് എവിടെയല്ലോ പോയി, എന്നാൽ അടൊന്നും കല്ല് പറ്റില്ല. ആ 2 മഹലിൽ മാത്രമേ അത് റൊസ കൊടുത്തിട്ടുള്ളൂ. അതും ഈ പോയ നജാസത്തിന് വേണ്ടി, പുറത്തുനിന്നൊന്നും വന്നു ചേർന്നാൽ പറ്റൂല. ബിഹൈസുല തൻതഖിറു നജാസത്തു അൻ മൗദിഇഹാ. കണ്ട, അത് വരക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ആ മഹലിൻ്റെ സ്ഥലം വിട്ടിട്ട് ആ മൗദിഉം വിട്ടിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് പരക്കാൻ പാടില്ല. അപ്പം തന്നെ ദുബറിൻ്റെ സ്ഥലം മാത്രമാണോ? അല്ല, നിന്നാൽ അടക്കപ്പെടുന്ന അവിടം വരെ എന്താ പറയാൽ, നിന്നാൽ 2 കൂടി കൂട്ടി അടക്കുമല്ലോ, അവിടം വരെ ബാധകമാണോ എന്ന് മഹലിയിലെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വീതി കൂടി അല്ലെങ്കിലോ 1 കല്ലിൽ നിന്ന് 3 സ്ഥലങ്ങളിലായാൽ മതി. പക്ഷെ ആദ്യം നജസ് തട്ടിയ സ്ഥലമാകാൻ പാടില്ല. അത് താഹിർ എന്ന് പറഞ്ഞതിൽ പെട്ടല്ലോ. 3 കൊണ്ട് വൃത്തിയായിട്ടില്ലെങ്കിലോ ഫതമ്മിം, പൂർത്തിയാക്കണം. 5 ഔ 7 5, 7, 9 അങ്ങനെ പോട്ടെ. എങ്ങനെ? ഇല അന്തുക്കിയ ബില്ലൗത്താർ, ഒറ്റ സംഖ്യയിൽ അവസാനിപ്പിക്കണം. 3ൽ കുറക്കാനിട്ട് പറ്റൂല. ഫൽഈതാറു മുസ്തഹബ്ബുൻ വൽഇൻഖാഉ വാജിബ്. ഒറ്റയാക്കല് സുന്നത്താണെങ്കിലും വൃത്തിയാവല് വാജിബാണ്. വലാ തസ്തൻജു ഇല്ലാ ബിൽ യദിൽ യസ്ർ, അടുത്തേക്ക് ഉപയോഗിച്ചല്ലാതെ ഇസ്തിൻജ ചെയ്യേണ്ടതാണ്. ഇപ്പം ദറൂറത്തില്ലാത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വരുന്നത് എല്ലാം ഹുക്കം, ഫിഖഹിന്റെ ഹുക്കം അങ്ങനെ തന്നെയല്ലേ. അതാ വബ്തഗ ഫിൽ ഇസ്തിൻജാഇ ബിൽ മാഇ ബിൽ ഖുബുലി. അതാ ഇനിയോ ഇസ്തിൻജാന്റെ നേരത്ത് വെള്ളം കൊണ്ട് കല്ലുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് തുടങ്ങേണ്ടത് കുബുലിലാണ്. കാരണം അതെന്തുകൊണ്ട്, മറ്റേത് നിന്നാലും അത് നിന്ന് കഴിഞ്ഞാൽ പൂട്ടിപ്പോകുന്നതുകൊണ്ട് മറ്റുള്ളതിൽ നിന്ന് പരങ്ങില്ല. വൈന്ദ യഥാർത്ഥത്തിൽ ഇസ്തിൻജാ ബിൽ ഹജ്രി ഫബ്ദഅ ബിദ്ദുബർ, കല്ലുകൊണ്ടാണെങ്കിലോ ദുബർ കൊണ്ട് തുടങ്ങണം. വഖുദിൽ ഹജറ ബിയമീനിക്, കല്ല് വലത്തെ കൈമ പിടിച്ചിട്ട് വൻദുർ ഖബീലഹി ഖബല റംജിഹി, അത് എറിയുന്നതിന് മുമ്പ് ഇത് ശരിക്കും ക്ലിയർ ആയിനോ നോക്കാൻ. തഅലമ അന്നഹു അൻക അംല, ഇതുകൊണ്ട് ശുദ്ധിയായിട്ടുണ്ടോ ഇല്ലെന്ന് പരീക്ഷിക്കലാണ്. ഏലം അന്നഹു യുസന്നു അൽ ജംഉ ബൈനൽ ഹജരി വൽ മാഇ ഫിൽ ഇസ്തിൻജാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വലാ വഖുൽ ഇൻദൽ ഫറാഗി മിനൽ ഇസ്തിൻജാഇ, നിന്ന് ഫറാഗാക്കിയാൽ അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അപ്പോൾ ശേഷം 2 ദിക്ർ വന്നു. ഒന്ന് അൽഹംദുലില്ലാഹി പറഞ്ഞു, മറ്റൊന്ന് ഇത് ഇസ്തിൻജാൻ്റെതാണ്. ഇത് ആദ്യം മറ്റേത് അതിൻ്റെ തർത്തീബ് അങ്ങനെയല്ലേ. ബോധുലുക്കി യതക്ക, നിന്റെ കൈ ഉരച്ച് കഴുകണം. പാത തമാമൽ ഇസ്തിൻജായി കഴിഞ്ഞതിന് ശേഷം ബിൽ അർളി, ഭൂമിയിലോ ബിഹായത്തിൽ ചുമരിലോ, സുമ്മ ഗസിൽഹ, പിന്നെ കഴുകുക. ഹാൻഡ് വാഷ് ഉണ്ടായാലും പിന്നെ ചുരുക്കത്തിൽ ഇന്നത് പോകണമെന്നല്ലോ പറയുക. അതുകൊണ്ട് മഖ്സൂദ് എന്താണ്? അതിൻ്റെ അയിനും ആസാറും കൈമെന്ന് പോക്കല്ലേ. കാരണം അതുകൊണ്ടല്ലേ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കേണ്ടി വരുമോ, ചിലപ്പോൾ ഫ്ലൈറ്റ് എടുക്കേണ്ടി വരുമോ, ചിലപ്പോൾ കിതാബ് പറിക്കേണ്ടി വരുമോ. ഇത് വളരെ എളുപ്പമുള്ള വിഷയങ്ങളൊന്നും. പോവോ ദേഷ്യം തീരുന്നില്ല. നമ്മൾ ടൈം ഇന്ന് കുറച്ച് വൈകിയും തുടങ്ങാൻ. ബാബു ആദാബുൽ വുളു പറയുന്നു. അപ്പം ഇസ്തിൻജ കഴിഞ്ഞ് ഫൈദാ ഫറഗത മിനൽ ഇസ്തിൻജാഇനെ തൊട്ട് കഴിഞ്ഞാൽ ഫലാ തത്റുകി സിവാക്ക്, മിസ്വാക്ക് ഒഴിവാക്കണ്ട. ഫഇന്നഹു മത്ഹറത്തുൻ ലിൽ ഫം, വായിനെ ശുദ്ധിയാക്കാനുള്ളതാണ്. വമർദാത്തുൻ ലിർറബ്ബി, റബ്ബിൻ്റെ തൃപ്തി നേടിയെടുക്കാനുള്ള വസ്തുവാണ്. വമസ്ഖതത്തുൻ ലിശ്ശൈത്താനെ ദേഷ്യം പിടിപ്പിക്കുന്ന സാധനമാണ്. ദുർവാസന ആയതുകൊണ്ട് അടക്കെ ശൈത്താൻ വന്നു കഴിഞ്ഞു. അതെന്തിൻ്റെ ദുർവാസന ആയാലും ശരി. വസലാത്തും ബി സിവാക്കിൻ, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നമസ്കാരം അഫ്ളലു മിൻ 70 സലാത്തിൻ ബിഗൈരി സിവാക്കിൻ, സിവാക്കില്ലാതെ കണ്ടുള്ള 70 ഇരട്ടിയാണ്. കേട്ടോ. عن سيدنا أبي هريرة رضي الله عنه أخرج البخاري
قال رسول الله صلى الله عليه وسلم لولا نشق على أمتي لأمرتهم بالسواك في كل صلاة. എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാക്കുന്ന പേടിയില്ലെങ്കിൽ ഞാൻ മിസ്വാക്ക് കൊണ്ട് നിർബന്ധിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ചെയ്തുകൊണ്ട് 70 കിട്ടി, ജമാഅത്തിന് 27 കിട്ടി. അപ്പൊ 97 അതുപോലെ എത്തിമാറ് വേറെ, ഇതിന് എത്തിമാറ് വേറെ. അപ്പൊ അമ്ര ഉണ്ടല്ലോ, പക്ഷേ അമറിന്റെ ഹഖീഖത്ത് എന്താണ്? ഉജൂബാണ്. അപ്പൊ അമർത്തും, അപ്പൊ സുന്നത്ത് ഇവിടെ നിലവിലിരിക്കുമ്പോ പിന്നെ അമർത്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്ടായാല് അമർ ഉജൂബാക്കും. അപ്പൊ ഞാൻ ഉജൂബാക്കുമായിരുന്നു. അതെന്താണ്? ചില ഷറ എന്താക്കും? തങ്ങൾക്ക് വിട്ടുകൊടുക്കും. തങ്ങൾ ഉജൂബാക്കുന്ന ഉജൂബായിക്കോ, അല്ല സുന്നത്താക്കും സുന്നത്തായിക്കോ. അപ്പൊ ഉമ്മത്തിന്റെ കൊണ്ടുള്ള കാരുണ്യം കൊണ്ട് എന്താക്കിയെന്നറിയോ, അത് കർശനമാക്കാതെ കണ്ടതിന്റെ ഫളായില് പറഞ്ഞിട്ട് കിട്ടും. ചിലതുണ്ടാകും നീ ചെല്ലണം എന്ന് പറയൂല, ചെല്ലാനുണ്ടാകുന്ന ഫളായില് പറയൂല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചെല്ലണമെന്ന് പറഞ്ഞിട്ടില്ല, ചെല്ല ഇന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി. വളരെ മുജാഹിദ് ഹദ്ദാദ് ഒരു തർക്കിച്ചു. ഞാൻ പറഞ്ഞ ഹദ്ദാദിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത്? ഹറാമോ കറാഹത്തോ ഫോട്ടോ ശിർക്കാബാൻ മാത്രം എന്തുണ്ട്? മിനിമം പരിപാടി ശിർക്കാണ്. ഹറാമോ കറാഹത്തോ ഖിലാഫുൽ ഔല പോലും ആകാനുള്ള വകുപ്പ് എന്താന്ന് ആയത്തിൽ കുറിച്ച് ഓതിയത് അല്ലേ? ആയത്തിൽ കുറിച്ച് ഓതിയത് ഇത്ര വലിയ തെറ്റ്. തുടർന്ന് ആമനയുടെ റസൂൽ ഓതിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലിയത്. കലിമത്ത് തൗഹീദിന്റെ ഇത്ര ജാമ്യമായ കലിമത്ത് പറയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. ലഹു മുന്തിച്ചിട്ടാ പറഞ്ഞു, ഖബർ മുഖദ്ദമയില്ലേ, യുഹ്യി വയുമീതു. അപ്പൊ തൗഹീദിൽ അഫ്ആലും സിഫാത്തിയും ദാത്തിയുമായി പറഞ്ഞാൽ ചുരുക്കത്തിൽ അതിനൊരു ഭ്രാന്ത്. രാമന്റെ ഹദീസ് പറഞ്ഞേ, നബി സല്ലിട്ടുണ്ടോ നമ്മൾ ചെല്ലലായിക്കട്ടെ, ചെല്ലൽ തങ്ങളോട് ആഗ്രഹം പിടിച്ചിട്ടുണ്ടോ നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇന്ന ഫളായില് പറഞ്ഞു. ഈ ഫളായില് കേട്ടാലേ അത് ചെല്ലണമെന്നാണോ ചെല്ലണ്ടെന്നാണോ ഒരു ബുദ്ധിജീവിക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചു. ബുദ്ധിയുള്ള ആളോടെ സംസാരിക്കുന്നത്. എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് വെച്ചിട്ട് ഈ സാധനം നല്ല എണ്ണയാണ്, തലക്ക് തേച്ചാൽ നല്ല മുടി കൊഴിച്ചിലൊക്കെ മാറും എന്ന് പറയുമ്പോ നിങ്ങളത് തേക്കണോ എന്നാ തേക്കണ്ടെന്നാ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. അതെ, എന്നാ പറഞ്ഞൂടെ? അതാ ഒരുപാട് അമ്രന്യഹികളിലൂടെ ഉണ്ടായിരിക്കവേ എന്താക്കും ഇവർക്ക് ഭാരം തോന്നിപ്പോണ്. ഉമ്മത്തിന്റെ കാരുണ്യം കൊണ്ട് മനഃശാസ്ത്രപരമായിട്ട് എന്താക്കും, ഇതും കൂടി ചെയ്തെങ്കിൽ നമുക്ക് എല്ലാ പണിയും പൂർത്തിയായെന്ന് പറഞ്ഞു. നമ്മുടെ സാധാരണ ശൈലിയിൽ അതൊരു ശൈലിയാണ്. നിർബന്ധമാക്കുണ്ടാക്കി നിർബന്ധമായിട്ട് പറഞ്ഞു. ചിലത് എന്താക്കും ഒരു മനഃശാസ്ത്രപരമായിട്ട് അവർ മാറ്റിയെടുത്തിട്ട് പറയും ഇതും കൂടി ആയി എത്ര നന്നായി. ഒരാൾ മുടി മുറിക്കാൻ പറഞ്ഞ എന്താ പറയുന്നത്? ആള് നല്ലതാണ്, ആ മുടി കുറച്ച് ചുരുക്കിയാൽ നല്ലതായില്ല, ചുരുക്കടാന്ന് പറഞ്ഞിട്ടില്ല. അതല്ല, അത് നേതാക്കന്മാർ ഛർദ്ദിച്ചത് ഭാര്യ തിന്നാ മറ്റൊരു സ്ഥലത്ത് വരെ ഛർദ്ദിക്കുക. ഇതാണിപ്പോൾ അവട്ടാകെ സംഭവമുണ്ട്. സുമ്മജലിസിനിൽ ഉളുവഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിസ്വാക്ക് ഇവർ ഖാസായിട്ട് എണ്ണില്ല. പ്രൊഫീലൊക്കെ പറഞ്ഞ പോലെ ഒളുവിന്റെ ഭാഗമാക്കിയിട്ട് വരണമെങ്കിൽ എന്താക്കണം? ആദ്യം മുങ്കൈ കഴുകണം. അതും ബിസ്മിൽ ചൊല്ലിയിട്ട് മുങ്കൈ കഴുകുക. മുങ്കൈ കഴുകി കഴിഞ്ഞാൽ പിന്നെന്തുണ്ടാലും മിസ്വാക്കണം. മിസ്വാക്ക് കഴിഞ്ഞിട്ട് എന്താക്കാം? മിസ്വാക്ക് ചെയ്തതിൻ്റെ കളയാൻ വേണ്ടിയിട്ട് മതമൊന്നത്ത് ഇഷ്ടം വരും. പിന്നെയാണ് മുഖം കഴുകൽ. അപ്പൊ ഒളുവിന്റെ ഭാഗമായി തർത്തീബായിട്ട് വരും. അപ്പൊ ഖാസായ മിസ്വാക്കും ചെയ്യാം, ഒളുവിന്റെ ഭാഗമായി മിസ്വാക്കും ചെയ്യാം. ഇപ്പം പക്ഷെ ഇവിടെ രണ്ടാം മിസ്വാക്ക് കണ്ടുന്നില്ല. ഇപ്പൊ പോയ പോക്കില് എല്ലാം മിസ്വാക്ക് ഒന്ന് മുത്തലക്ക്, ആദ്യത്തെ ചെയ്ത മിസ്വാക്ക് മുത്തലക്ക്, അത് എപ്പോഴത്തേക്കും രണ്ടാമത്തെ പോയിട്ട് വന്ന എല്ലാ അവസരത്തിലേക്കും ചുമത്തുക. ഒന്നുവിന്റെ ഭാഗമായിട്ട് ചുമത്തുക. മിസ്വാക്ക് മുത്തലക്ക് റഫീഖുല്ലി സ്വലാത്തിൻ
وأخرج أحمد سيدنا وائلة بن الأصعي رضي الله عنه قال قال رسول الله صلى الله عليه وسلم ഉമിർതു ബിസ്തിവാക്കി ഹത്താ ഖശീതു അൻ യുക്തബ അലയ്യ. എന്നോട് മിസ്വാക്ക് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ മേൽ ഫർളാക്കപ്പെടുമെന്ന് ഞാൻ പേടിച്ചു. അത്ര തുണതാണ്. അപ്പോൾ ഒന്നുകൊണ്ടിരിക്കണം മുസ്തഖബിലുൽ ഖിബ്ല അല മൗദിഇൻ മുർതഫിഇൻ എന്ന ഉയർന്ന സ്ഥലത്ത്. അതിനെ കൈല യുസീബക റസാസ്, അത് തെറിക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. വഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ സുമ്മ ഗസിൽ യദൈക സലാസൻ. പിന്നെന്താക്കണം? 2 കൈയും കഴുകുക. അതായത് മുൻകൈ കഴുകലാണ് 3 വട്ടം. കബിലാൻ തുതുക്കലിഹുമൽ ഇന, പാത്രത്തിൽ കൈകടത്തതിന് മുമ്പായിട്ട്. എന്നുവെച്ചാൽ പഴയ കാലത്ത് കോപ്പയും മറ്റൊന്നും ഉണ്ടാവില്ല, കോരിട്ടെടുക്കലാണ്. അപ്പൊ കൈമൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടോ. വഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ യുംന വൽ ബറകത വഅഊദു ബിക മിനശ് ശൂമി വൽ ഹലക സുമ്മൻ ബിറഫ്അൽ ഹദസ്. ചെറിയ അശുദ്ധി തന്നെ കരുതുക. അകാരിക്ക് എല്ലാവർക്കും പറ്റും. അവിസ്തിബാഹത്തെ സ്വലാത്തി നിത്യശുദ്ധിക്കാനും അതേ പറ്റുള്ളൂ. അവനക്കാണ് അശുദ്ധി ഉയരുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞത് കളവാവാതിരിക്കാനാണ് ഇസ്തിബാഹത്തെ സ്വലാത്ത്. റഫ്ഉൽ ഹദസ് സഹിഹായാക്കേ പറ്റൂ. വലാ യംബഗി അൻ തഅസുബ ബൈത്ത് നിയ്യത്തുക ഖബല ഗസ്ലിൽ വജ്ഹി. മുഖം കഴുകുന്നതിന് മുമ്പ് നിയ്യത്ത് ഒഴിഞ്ഞു പോകാൻ പാടില്ല. ഫലാ യസിഹു വുളൂക, അന്നേരം വുളൂ സഹിയാണ്ട് വന്നേക്കും. നിയ്യത്തിന്റെ മഹലിനെവിടെയാണ്? മുഖം കഴുകുന്നു. അതെ, അത് അപ്പൊ സുന്നത്ത് പറയും ഫർള് പറയും കരുതിയാൽ മതിയല്ലോ. സുമ്മ ഖുദ് ഖർഫത്തൻ ലിഫീക, പിന്നെ വായിൽ കവളാൻ വേണ്ടിയിട്ട് ഒരു കുരൽ കോരുക. വതമദ്മദു ബിഹാ സലാസൻ, അതുകൊണ്ടെന്താക്കണം? കൊപ്പിളിക്കുക. വബാലിഗ ഫീ റദ്ദിൽ മാഇലൽ ഖൽസമത്തി, ചെറുനാക്ക് വരെ എത്താൻ വേണ്ടിയിട്ട് അങ്ങോന്നാക്കിട്ട് എത്തിക്കണം. ഇല്ലാൻ തക്കൂന സായിമൻ, നോമ്പുകാരനായാലും ഒഴികെ. നോമ്പുകാരനായാൽ ചിലപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയാലുണ്ടാവും, മുറിയും. അതാ വലോ കാന സിയാമു നഫിലൻ, സുന്നത്ത് നോമ്പായാലും ശരി. ഫലാത്തു ബാലിഗ്, നോമ്പുകാരന് മുത്തലക്കൻ മുബാലകയില്ല. ബൽ തർഫുക്കു, അവിടെ എന്താക്കണം? മയമാക്കണം. ഫൈൻ സബക മാഉൽ മുബാലകത്തിന ദോഫിക്കാം. അപ്പം മുബാലകത്ത് വേണ്ടാന്നല്ലേ പറഞ്ഞേ. അപ്പം എന്താ? വേണ്ടാത്ത വെള്ളം മുബാലകാക്കിയിട്ട് കഴിഞ്ഞ നോമ്പ് പറഞ്ഞു. കുത്തുകെട്ട് കെട്ടിയിട്ടുണ്ടാണ്. മുത്തവല്ലിദുൻ അൻ മൻഹിയൻ എന്നാണ് മൂപ്പറിന്റെ ഉസൂല പറഞ്ഞത്. മൻഹിയൻ അൻഹായ പണയിൽ നിന്നാണ് നോമ്പ് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ബിഖിലാഫി മാ യഹ്സലു ബിദൂനൽ മുബാലകത്തി, മുബാലക കൂടാതെ കണ്ട് വെള്ളം കടന്നു പോയാലോ കേസുമില്ല. കാരണം ഇതൊരു സുന്നത്ത് മറ്റേത് സുന്നത്തെ തമ്മിൽ തട്ടിക്കിച്ചോളൂ. وقل اللهم أعني على تلاوة كتابك وكثرة الذكر لك وثبتني بالقول الثابت في الحياة الدنيا وفي الآخرة ثم خذ غرفة لأنفك പിന്നെ മൂക്കിന് വേണ്ടിയിട്ട് വരളി. വസ്തൻഷിക ബിഹാ സലാസൻ, അതുകൊണ്ട് 3 വട്ടം എന്താക്കണം? അപ്പൊ ഒരു കോരൽ കൊണ്ട് 3 ആക്കണം എന്നാണ് ഇപ്പൊ എന്തുണ്ടെങ്കിൽ വാഹിറുള്ളത്. അതിന് പല കോലങ്ങളുണ്ട്. അതിന് മഹല്ലിയിലൊക്കെ പറഞ്ഞതാണ് ഒരു കോരൽ കൊണ്ട് ബാലി കയറ്റലും മൂക്കി കയറ്റലും. അപ്പൊ 3 കോരല് ഓരോന്ന് ചെയ്യല്. മറ്റേതാകുമ്പോൾ ബായിൽ വെള്ളം കൊപ്പിളിക്കാൻ 3, മറ്റേന് 3 3 3 6 കോരല് ഒരു കോലം. അല്ലെങ്കിൽ ഒരു കോരല് കോറിയിട്ട് 3 വട്ടം ബായിൽ കൊപ്പിളിച്ച് കഴിഞ്ഞു. അപ്പൊ 2 എണ്ണം. വസ്തൻസിർ ബിഹാ മാഫിൽ അൻഫി മിൻ റുതുബത്തി, മൂക്കിലുള്ള നനവുണ്ടല്ലേ എല്ലാം പീഞ്ഞു കളയാം. വഖുൽ ഫിൽ ഇസ്തിൻശാഖിൽ പറയും അല്ലാഹുമ്മ അരിഹ്നി റാഹിയത്തൽ ജന്നതി വഅൻത അന്നി റാദിൻ. ഇനി വഫിൽ ഇസ്തിൻസാരി, മൂക്കിൽ പീഞ്ഞ അവസരത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ റവാഇഹിൻ നാരി വമിൻ സൂഇദ് ദാർ. അപ്പം ഇപ്പം ഇവിടെ മുഖപുര കഴിഞ്ഞു. സുമ്മ ഖുദ് ഖർഫത്തൻ ലിവജ്ഹിക, പിന്നെ മുഖം കഴുകാനുള്ള വെള്ളം എടുക്കുക. فغسل بها من مبتدئ تسطيح الجبهة إلى منتهى ما يكمل من الذقن في الطول. നീളത്തിൽ പിടിക്കുക. ഇങ്ങനെയല്ല മനുഷ്യൻ്റെ നീളം. അതെന്താക്കണം? ജബഹത്തിൻ്റെ ആ പരന്ന ഭാഗമുണ്ടല്ലോ, അപ്പോൾ അവിടെ കുറച്ചും കൂടെ കൂട്ടിയെടുക്കണം. ഇതെന്തിന്? ഇത് കംപ്ലീറ്റ് പെട്ടു എന്ന് വരാൻ വേണ്ടി തലൻ്റെ പക്കത്ത് നിന്ന്. അതെ,
മാലാത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബുൻ ഇലാ മുൻതഹ മാ യുഖ്ബിലു മിനൽ ദക്കൻ. ദക്കന താടിയല്ലേ, താടിയല്ലിൻ്റെ അറ്റം. അപ്പം എന്താ ഗുണല്ല, ഇവിടത്തേക്ക് വരും. ഈ താടിയിലെ അവസാനം മുൻതഹ എന്നല്ല പറഞ്ഞത്, തോലി ദക്കനിൽ നിന്ന് ഇവിടത്തേക്ക്. വമിനൽ ലൊതിന് ഇലൽ ലൊതിന് ഫിൽ അർളി. അപ്പോൾ ഒരു ക്രോസ് അടയാളം വെച്ചാൽ ഇങ്ങനെ ഈ 4 വിരലിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതായിരിക്കും മുഖത്തിന്റെ വാജിബായ പരിധി. തഹദീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ബഹുവമായ അതായത് ഈ മുടിയെല്ലാം കളയുമ്പോൾ കുറച്ച് ഭാഗം കൂട്ടിയെടുക്കും, മുഖത്തിന് കുറച്ച് വീതി കിട്ടാൻ വേണ്ടിയാണ്. അത് ശരിക്കും തന്നെ തലയിൽപ്പെട്ട മുഖത്തിൽപ്പെട്ട സാധനമാണ്. കുറച്ച് കൂട്ടിയെടുത്തിട്ട് അവിടത്തേക്കും. അതെവിടെ ഉണ്ടാകല്? മാ ബൈന റഹ്സിൽ ഉദില സാബിയത്തിൽ ജബീൻ. തലന്റെ അറ്റം മുതൽ ജബീനേതാന്ന് നെറ്റിക്ക് 3 സാധനം ഉണ്ടാവും. ജബഹത്ത് എന്ന് പറഞ്ഞാൽ നടുക്ക് നിൽക്കുന്നത്, അതായത് തൊട്ടാൽ ഭൂമിയിൽ പതിയുന്ന സാധനത്തിന് ജബഹത്ത്. അപ്പുറം ഇപ്പുറം ജബീന്. അവിടെ നിന്നാണ് കർവായിട്ട് പോകുന്നില്ലേ? അപ്പൊ ഏകദേശം ഇത്ര വരും ഇതില് ജബഹത്ത്, 2 കണ്ണിന്റെ ഇപ്പുറം ഇപ്പുറം. അപ്പോൾ ജബീനിന്റെ താവ്യ മുതൽ ഇങ്ങോട്ട് ഇത് മുഖത്തിൽപ്പെട്ടതായത് കൊണ്ട് അടുത്തേക്ക് വെള്ളത്തണം. ആനി മാ യഖഉ മിൻ ജിഹത്തിൽ വജ്ഹിൻ, മുഖത്തിന്റെ ജിഹത്തിലേക്ക് പെട്ടതാന്ന് കഴുകണമെന്ന് പറഞ്ഞത്. മുഖം കഴുകുന്ന അവകാശതയല്ലേ. വൗസിൽ മാഇല മനാബിത്തിൽ ശുഊറുൽ അർബഅ. മുഖത്ത് 4 തരം മുടികളുണ്ട്. ഒന്ന് ഹാജിബാനി, ഏത് പിരിയം. പിന്നെ വഷാരിബാനി, മീശ. വല്ലഹ്ദാബ് എന്ന് പറഞ്ഞാൽ കൺപോളന്റെ മുകളിലുള്ള ഒമ. വല്ലിദാറാനി എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക്. പിന്നെ വഹുമ മായിബാസിൽ ഇല്ലിഹ, താടിൻ്റെ തുടക്കം മുതൽ. ഐ മാബൈന സർഗി വല്ലാരിൽ. അപ്പൊ കീഴ്പോട്ടിറങ്ങി. അപ്പൊ ഇവിടെ ആരിൽ എന്ന് പറയും, ഇവിടത്തേക്കോ ലിഹയത്തു എന്നും പറയും. അപ്പൊ താടി അകാറ് അല്ല, അത് കണ്ണിലേക്ക് വരില്ല. താടി മാത്രം അകാറ്, പിന്നെ ആരില് ലിഹയ്യത്ത്, അതീച്ചമ്പക്ക് വീണ്ടും ഉണ്ടാവുമല്ല. പിന്നെ ഇടയിലെ അമ്പക്കത്ത്. വയജിബു ഈസാലിൽ മായില മനാബിത്തിൽ ലിഹയത്തിൽ ഖഫീഫ. നേരിയ താടിയാണെങ്കിൽ അതിനെ മമ്പത്തുണ്ടല്ലോ, മുളക്കുന്ന സ്ഥലം, അവിടത്തേക്ക് വെള്ളത്തിക്കൽ ഉജൂബാണ്. തൂനൽ കസീഫ, തിങ്ങിയതിന് വേണ്ട. അതുകൊണ്ട് തെങ്ങിക്കോട്ടെ എന്ന് ചെറു അനുവദിച്ചപ്പോൾ അവിടെ വിട്ടുവീഴ്ച കൊടുത്തു. കൊടുക്കാം. ഇങ്ങനെ കുളിക്കുമ്പോ അതെ അതെ. അതന്നെ. അപ്പൊ ഖഫീഫത്തും സഖീൽ, മറ്റേ കസീഫത്തും വേർതിരിക്കാൻ ഫത്തുൽമിൻ എന്താ പറഞ്ഞ സാധാരണ നിലക്ക് സംഭാഷണത്തിന് നിന്നാല് ഓന്റെ ഇടയിലേക്കൂടെ നോക്കിയാൽ തൊലി കാണുമോ? അല്ല, സാധാരണ ഗതി എന്നാണ് ഫത്തുൽമിൻ പറഞ്ഞത്. അല്ല, 3 മീറ്റർ ഞമ്മ കണക്കാക്കുന്ന ഒരളവ്. 3 മീറ്റർ ഉണ്ട്. 3 അടിയായിരിക്കൂലേ? 3 മീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഇത് 3 മീറ്റർ ഈ ഗ്യാപ്പ്. അപ്പൊ ബഷീർ ഉസ്താദ് ആടെ നിന്നാൽ നമ്മളൊന്ന് നോക്കിയാൽ 3 മീറ്ററിന്റെ ഗ്യാപ്പുണ്ട്. ഈ റൂം 3 മീറ്റർ. വീട് നോക്കുമ്പോ കാണുന്നുണ്ടെങ്കിൽ ഹഫീഫ്, കാണുന്നില്ലെങ്കിൽ ഫക്കീൽ. اللهم بيض وجهي بنورك يوم تبيض وجوه أوليائك ولا تصبد وجهي بظلماتك يوم تسود وجوه أعدائك ولا تترك تخليل اللحية الكسة. അപ്പം വേണ്ടാന്ന് നേരത്തെ പറഞ്ഞല്ലോ തെങ്ങിയതിന്, എന്നാലും ഒഴിവാക്കണ്ട, അത് സുന്നത്തുണ്ടല്ലോ. ثم اغسل يدك اليمنى, പിന്നെ വലത്തെ കൈ കഴുകണം. വെക്കാം. പിന്നെ സുമ്മൽ യുസ്ര, പിന്നെ അടുത്തേത് കഴുകണം. സലാസൻ
മാൽ മിർഫക്കൈൻ, രണ്ട് മുട്ടോട് കൂടി. കയ്യിൻ്റെ അവിടെ മിർഫക്ക് എന്ന് പറയില്ലേ, കാലിന് റുക്കബത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ജോയിൻറ്റ്. ഇല്ല അൻസാഫിൽ അളുദൈനി, അളുദൈനി ഏതാണ്? ഇത് റാഹത്ത്, കഫ് റാഹത്ത്. ഇത് മൊത്തത്തിൽ കഫ്, ഇതിനുള്ളിൽ വിരള വെച്ചിട്ടുള്ള എന്തോ റാഹത്ത്. ഇവിടെ സായിദ്, ഇതിൻ്റെ അപ്പുറം അറുത്. അപ്പൊ ഇതിന്റെ പകുതി എത്തണം, അതിന് ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി. വൈസന്നു തഹരീക്കുൽ ഖാതമി ഇൻകാനാൽ മാവു യസ്ലു തഹതഹു മിൻ ദൂനി തഹരീക്ക് വഇല്ലാ ഫയജിബു. കൈക്കൊരു മോതിരിട്ടിട്ടുണ്ട്, അത് അനക്കാതെ കണ്ടന്നെ വെള്ളം കയറുമെന്നുണ്ടാൽ അനക്കല് സുന്നത്തേ ഉള്ളൂ. ഇനി തിരിക്കലില്ലേ, അങ്ങനെ കയറൂലെന്ന് കണ്ടാൽ എന്താക്കണം, അനക്കല് ബുജൂബായി. കാരണം മാലായത്തമൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബുൻ. കേട്ടാ? സ്വർഗത്തിൽ കിട്ടുന്ന ആഭരണങ്ങള് വുളൂഇന്റെ സ്ഥലം വരെ എത്തുന്നുണ്ട്. ഹദീസ്. വഖുൽ ഇൻദ ഗസ്ലിൽ യംന, വലത്തെ കൈ കഴുകുമ്പോൾ അല്ലാഹുമ്മ ആതിനി കിതാബി ബിയമീനി വഹാസിബ്നി ഹിസാബൻ യസീറാ. വഖുൽ ഇൻദ ഗസ്ലി ശിമാലി, ഇടത്തെ കൈ കഴുകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തുഅതീനി കിതാബി ബിശിമാലി ഔ മിൻ വറാഇ ലഹരി. അപ്പൊ അംഗങ്ങളെ ദ്വാ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇമാം എന്താ പറഞ്ഞ വെറും ഷഹാദത്തുൽ കലിമ മതിയെന്നല്ലേ. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ണാസിലേക്കും പിടിച്ചാണ് ചെല്ലാൻ കഴിഞ്ഞാല് മതിയല്ലോ. അത്ര മനസ്സിന്റെ വേഗത തന്നെ ഭയങ്കര വേഗതയെന്നു. തല മുഴുവനും തുടങ്ങണം എന്നാണ് പറഞ്ഞത്. അതങ്ങനെ ബിയാൻ തബുല്ല യദൈക, രണ്ട് കൈയും നനക്കുക. വതുൽസിക റൂസ അസാബികൽ യുംനാ ബിൽ യുസ്റാ, യുംന ബലത്തിൻ്റെയും രണ്ടും ചേർക്കുക. വതലഉഹുമാ അലാ മുഖദ്ദിമത്തി റഅസി, തലൻ്റെ മുമ്പാത്ത് വെച്ചിട്ട് വതുമിർഹുമാ ഇലൽ ഖഫ, ബേക്കോട്ടേക്ക് വിരിക്കുക. സുമ്മ തറുദ്ദഹുമാ ഇലൽ മുഖദ്ദിമ, പിന്നെ തുടക്കത്തിലേക്ക് മടക്കുക. അപ്പം എന്തായെന്നറിയോ, മുടി ഇങ്ങനെയും ചാഞ്ഞിട്ടല്ലേ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പോകുമ്പോൾ പുറത്തേക്ക് കൂടി പോയി, തിരിച്ചു വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടി ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഫഹാദിഹി മർറത്തുൻ, ആ പോക്കും വരവും കൂടി എന്താണ് ഒന്നാന്ന്. തഫ്അലു ദാലിക സലാസൻ, അങ്ങനെ 3 എണ്ണം ചെയ്യണം. വകദാലിക ഫി സായിരിൽ അഅ്ളാ, അതുപോലെ തന്നെ മറ്റുള്ള അംഗങ്ങളിലും. ഒട്ടാകെ കഴുകിയാൽ 1. وقل اللهم غشني برحمتك وأنزل علي من بركاتك وأظلني تحت ظل عرشك يوم لا ظل إلا ظلك اللهم حرم شعري وبشري على النار ثم امسح أذنيك. പിന്നെ 2 ചെവി തടകണം. ബാഹിറഹുമ വബാത്തിനഹുമ, രണ്ടും തടകണം. ബിമാഇൻ ജദീദ്, പുതിയ വെള്ളം എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയല്ല, അത് ഉപയോഗിച്ച നേരം ഉപയോഗിക്കാൻ പറ്റൂല, സ്പെഷ്യൽ വെള്ളം എടുക്കുക. വാദഖൽ മുസബ്ബിഹതൈക, നിന്റെ 2 മുസബ്ബിഹ വരൽ എന്താക്കണം. ഫീ സമാഇ ഉദ്നൈക വംസഹ ലാഹിറ ഉദ്നൈക ബിബാത്തിനി ഇബ്ഹാമൈക, ഇബ്ഹാമിന്റെ ബാത്തിനി കൊണ്ട് എന്താക്കണം, അതങ്ങനെ തന്നെ ആയി വരൂ. വഖുൽ അല്ലാഹുമ്മ ജഅൽനി മിനൽ ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു അല്ലാഹുമ്മ അസ്മിഅനി മുനാദിയൽ ജന്നതി മഅൽ അബ്റാർ സുമ്മംസഹ റകബതക, നീ റകബത്തിനെ തടകണം എന്ന്. അതിലൊരു ഖിലാഫ് ഉണ്ടാവും. റഹബൽ ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ് ഫിൽ ബസീതി വൽ വസീതി വൽ വജീസ് വൽ ഖുലാസതി വഹിയ ഉലൂമുദ്ദീൻ ഇലാ സുന്നിയത്തി മസ്ഹ റകബത്ത്. റകബത്ത് തടകണം എന്നാണ് 4 കിതാബിലും, 4 ബസീത്ത്, വസീത്ത്, വജീസ്, ഖുലാസ, ഹിയ. അതാണ് ഇപ്പം ബിദാത്തിൽ 6 കിതാബിലും മാറ്റമതാക്കുന്നത് മസ്ഹ റകബത്ത് സുന്നത്ത്. മുവാഫഖഹുൽ ഇമാമുർ റാഫി ഫിൽ അസീസ്, ഇത് അസീസൻ സർഹുൽ കബീർ. അപ്പം റാഫി ഇമാം ഗസാലി ഇമാം കൊടുത്തു. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ എന്താന്ന് ഇല്ലാന്നല്ലേ, കറാഹത്തോണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല. اللهم فك رقبتي من النار وأعوذ بك من السلاسل والأغلال
റിജ്ലക്കൽ യുംന, പിന്നെ വലത്തെ കാല് കഴുകുക. സുമ്മൽ യുസ്റ മഅൽ കഅബൈൻ, നരിയാണി ഉൾപ്പെടെ കഴുകണം. വഖല്ലിൽ ബിഖിൻസരിൽ യദിൽ യുസ്റ, ഇടത്തെ കൈയിൻ്റെ ഖിൻസറതാൻ ചെറുവിരലി, അതുകൊണ്ട് തഖ്ലീലാക്കണം. അസാബി റിജ്ലിക്കൽ യുംന, വലത്തതിൻ്റെ. അപ്പം എന്താക്കും? വലത്തത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോവുക. മുബ്തദിയൻ മിൻ ഖിൻസരിഹ ഹത്താ തഖ്തിമ ബിഖിൻസരിൽ യുസ്റ. അപ്പോൾ കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലത്തും തുടങ്ങി അടുത്ത അറ്റം വരെത്തിയില്ലേ. വതുദ്ഖിലുൽ ഇസ്ബഅ മിൻ അസ്ഫൽ, താഴ്ഭാഗത്തിൽ കൂടി കാട്ടണമെന്ന് പറയുന്നു. വഖുൽ അല്ലാഹുമ്മ സബ്ബിത് ഖദമയ്യ അല സിറാത്തി യൗമ തസില്ലുൽ അഖ്ദാമു ഫിന്നാർ വകദാലിക തഗ്സിലുൽ യുസ്റ, അടുത്ത കാലും കഴിക്കോ. പക്ഷെ ദുആ മാറ്റുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തസില്ല ഖദമി അല സിറാത്തി യൗമ തസില്ലു അഖ്ദാമുൽ മുനാഫിഖീൻ വറഫഇൽ മാഅ ഇലാ അൻസാഫി സാഖൈനി, എന്നാക്കണം? തണ്ടൻകാലൻ്റെ പകുതി വരെയും വെള്ളം കയറ്റണം. അതായത് ഇസ്ബാഖിൻ്റെ കൂലി കിട്ടാൻ അത് അവധി ഇവിടം വരെയുണ്ട്, മുട്ട് വരെയുണ്ട്. വറാഇ തക്റാറ സലാസൻ ഫി ജമീ അഫ്ആലിക്, നിന്റെ പ്രവർത്തനത്തിലെല്ലാം 3 വട്ടം അവനെ ശ്രദ്ധിക്കണം. فإذا فرغت من الوضوء فقل أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت عملت سوءا وظلمت نفسي أستغفرك وأتوب إليك فاغفر لي وتب علي إنك أنت التواب الرحيم اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين واجعلني صبورا شكورا واجعلني أذكرك ذكرا كثيرا وأسبحك بكرة وأصيلا جندبا تقول ذلك وأنت رافعا بصرك إلى السماء, ആകാശത്തിലേക്ക് അണ്ണുയർത്തിക്കൊണ്ട് പറയലാണ് സുന്നത്ത്. അപ്പം അതിന് മഹലി കൊടുത്ത എന്താണ്? 3 റിവായത്തുകളാണ്. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഒന്ന് അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. 2 സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. 3 മുടന്തിച്ച് മാറ്റി. അപ്പം എന്ത് വരും? അത് ഓരോന്ന് ചെല്ലിയാലും അതിൻ്റെതായ കിഫാത്തുണ്ടാവും. ചിലപ്പോൾ എല്ലാം പറയാൻ നേരം ഉണ്ടാവില്ലെങ്കിൽ ഇപ്പം ജമാഅത്തിൽ നടക്കുമ്പോൾ അത് അല്ല, പിന്നെ കൈവരുത്ത മതിയൊക്കെ നടന്നുകൊണ്ടല്ലോ. فمن قرأه هذه الدعوات في وضوئه خرجت جميع خطاياه من أعضائه. അങ്ങനെ ഒന്നുകൊടുത്ത് കഴിഞ്ഞാൽ അവൻ്റെ അംഗങ്ങളിൽ നിന്ന് മുഴുവനും ദോഷങ്ങളും പുറത്തു പോയി. വഖുതിമ അലാ വുളൂഇഹി ബിഖാതമിൻ, അവനെടുത്ത വുളൂവിൻ്റെ മേലെ ഒരു സീല് വെക്കും. വറുഫിയ ലഹു തഹതൽ അർശ്, എന്നിട്ട് അർശിൻ്റെ കീഴിലേക്കാണ് അല്ലാഹു തആല ഉയർത്തുന്നത്. ഫലാ യസാലു യുസബ്ബിഹു അല്ലാഹു തആല വയുഖദ്ദിസുഹു, അല്ലാഹു തആലക്ക് തസ്ബീഹും തഖ്ദീസും ചൊല്ലും. വയുക്തബു ലഹു സവാബു ദാലിക ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അതിന് സവാബ് കിട്ടി. ഈ സാധനം ചെല്ലിയ തസ്ബീഹിൻ്റെ കൂലി എനിക്ക് കിട്ടും. ഇത്ര വലിയ ഭാഗ്യം. അതെ, എന്താ സഹീഹായ ഹദീസുകളിലൊന്നും കാണുന്നില്ലെങ്കിലും ഫളാഇൽ അമൽ ചെയ്യാവുന്ന രീതിയിൽ പല തരീഖിൽ കൂടി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇസ്ബൽബാൻ ഓതണമെന്ന് ഹദീസ് കാണൂലല്ലോ, പല ഹൈദാബ് ഓതുന്നില്ല, അത് ഹദീസിലുണ്ടാകും. പക്ഷെ പല മശായിഖന്മാരുടെ തുറക്കിൽ കൂടി വന്നാൽ അങ്ങനെ അത് നടക്കും. അത് മഹലിയിലും പറഞ്ഞില്ലേ. ഇനി വജ്തനിബ് ഫീ വുളൂഇക സബ്അൻ, വുളൂഇൽ ഒഴിവാക്കേണ്ട ചില മക്റൂഹാത്തുണ്ട്. 7 കാര്യം. 1 ലാ തൻഫുദ് യദൈക ഫതറുസൽ മാ, കൈ ഇങ്ങനെ കുടഞ്ഞിട്ട് വെള്ളടലോ തെറിപ്പിക്കല്. കുറച്ച് അച്ചടക്കം വേണം. വലാ തൽത്തിൻ വജ്ഹക വറസക ബിൽമാഇ ലത്മാൻ, അകത്തോലെ മുഖത്തും തലയിൽ നിന്നും വെള്ളം അടിച്ചേൽപ്പിക്കാൻ വേണം, കോലടിക്കല്. വലാ തതകല്ലം ഫി അസ്നാഇൽ വുളൂഇനത്, ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. വലാ തസിദ് ഫിൽ ഗസ്ല സലാസ മർറാത്ത്, 3 കണക്ക് കൂട്ടാൻ പാടില്ല. വലാ തുക്സിറ സബ്ബൽ മായി മിൻ ഗൈരി ഹാജത്തിൻ, ആവശ്യം കൂടാതെ വെള്ളം വർദ്ധിപ്പിക്കാൻ പാടില്ല. പിന്നെ വർദ്ധിപ്പിക്കുന്നതിനാന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ബി മുജറദിൽ വസ്വസത്തി, വസ്വാസ് കൊണ്ട് മാത്രം, ആരും കൽപ്പിച്ചല്ല. വസ്വാസത്ത്
എന്താ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സയകൂനു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽപ്പെട്ട കുറച്ച് ഖൗമ് വരാനുണ്ട്. യഅ്തദൂന ഫി ദുആഇ വത്തുഹൂർ, ദുആയിലും ശുദ്ധീകരണത്തിലും അതിര് വിട്ട് കിടക്കുന്നു, കണക്കിലേറെ. രണ്ടും ഇന്നുണ്ട്, തങ്ങളെ മുഅ്ജിസത്താണ്. വയക്കാലു മിൻ വഹനി അജ്മിൻ എന്താണ് ഇൽമിർ റജുലി വുലൂഉഹു ബിൽ മാഇ ഫത്തുഹൂർ, ഇൽമ് കുറവിൽപ്പെട്ടതെന്നാണ് പറഞ്ഞത്. ഒരുതരം ബലഹീനതയാണ് ഇത് തഹൂറിൽ വെള്ളം കണക്കിലേറെ ഉപയോഗിക്കല്. പിന്നെ അവലുമായ എബുദവുൽ വസ്വാസു മിൻ ഖബലി തുഹൂർ, ആദ്യം വസ്വാസ് ആരംഭിക്കൽ എവിടുന്നാന്ന് പോലും തഹൂർന്ന് ആരംഭിക്കല്. ശുദ്ധിയായിട്ടില്ല എന്നാണ്ട് ഇവനെ പറഞ്ഞു കൊടുക്കും, ആയിട്ടില്ല. ഫലിൽ മുവസ്വസീന ശൈത്വാനും, ഈ വസ്വാസാർക്ക് ഒരു ശൈത്താനുണ്ട്. യദ്ഹകു ബിഹി, ഓനുണ്ടാവാറ് ഇങ്ങനെ ചിരിക്കുന്നു ഇവന്റെ കളി കണ്ടിട്ട്. ചിലരെ കളി കാണാൻ വേണ്ടി ടിക്കറ്റ് വെച്ചാൽ കാണാൻ മാത്രം ഉണ്ടാവും. കാണാൻ വേണ്ടിയിട്ട് വസ്വാസ് കാണാൻ വേണ്ടി 10 റുപ്യ ടിക്കറ്റ്, എല്ലാവരും ക്യൂ നിന്നുള്ള കാണുക. പള്ളിക്കൊരു വരുമാനമായി. ഇവിടെ മുവസ്വസ് അവിടെ എന്താ വായിക്കണ്ടേ? ബി കസ്റിൽ ബാബി സാനിയത്തി മുവസ്വിസ് എന്ന് വായിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലദീ തഅ്തരീഹിൽ വസാവിസു, വസ്വാസ പിടികൂടിയ വ്യക്തി ഉണ്ടല്ലോ, ആ ശൈത്താന്റെ പേരെന്താണ്? യുക്കാലുള്ളൂ വൽഹാൻ എന്നാണ്. വൽഹാൻ, ആ ശൈത്താൻ നോക്കി ചിരിക്കും. വലാ തതവല്ല ബിൽ മാഇൽ മുശമ്മസി, ശംസ് കൊണ്ട് ചൂട് പിടിച്ച വെള്ളത്തിൽ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് മഹല്ലിയിലും പിന്നെ ഹംദയിലൊക്കെ പറഞ്ഞ എന്താണ്, അതിന് കൈതുണ്ട്. ഒന്ന് അത് ലോഹപാത്രത്തിലാവുക, 2 ചൂടോടുകൂടി ഉപയോഗിക്കുക, 3 ചൂട് മേഖലകളിലായിരിക്കുക. നമ്മുടെ കേരളം ചൂട് മേഖലയല്ല, ശീതോഷ്ണ മേഖലയാണ്. അതെ, കുളത്തില് കുളം ഇതല്ലോ, ലോഹപാത്രമല്ലല്ലോ. ലോഹപാത്രം ഇപ്പം എന്താ ഉള്ളത്? അലൂമിനിയം, കിണ്ടി, ഇതെല്ലാം ഇപ്പത്തല്ലേ. സോളാർ പാനൽ ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് അതല്ല, ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട് ടാങ്ക്, അത് ലോഹമായിരിക്കണം, അതിലല്ലേ വെള്ളം കിട്ടുന്നത്. പക്ഷെ നമ്മളിപ്പോ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ലോഹപാത്രമല്ലല്ലോ, പിന്നെ PVC പൈപ്പ് ലോഹയല്ലല്ലോ. പക്ഷെ ബാക്കി ചേർത്തുണ്ടോ നോക്ക്, അന്നേരം പിന്നെ തണിയാൻ കാത്തിക്കണം. ചൂട് മേഖലയല്ലല്ലോ. അതെ, ചൂട് മേഖലയല്ല. വെള്ളത്തിന് തട്ടുന്നില്ല, പാത്രത്തിന് തട്ടുന്നു സൂര്യൻ. എന്താ വലാമിനൽ ലവാനി സുഫരി, അതാ പറഞ്ഞു ഈ പിച്ചളപ്പാത്രം. സുഫരി എന്ന് പറഞ്ഞാൽ പിച്ചള എന്ന് വെച്ചാൽ ലോഹം തന്നെ ഉദ്ദേശിക്കുന്നു. അതിൽ നിന്ന് ഒന്നുണ്ടാവും. അപ്പം മുഷമ്മസ് വേറെ എണ്ണീട്ടുണ്ട്, ലോഹപാത്രം വേറെ തന്നെ എണ്ണീട്ടുണ്ട്. ഇനി പോരാത്ത കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. ബദാലിക്ക് മിൻജത്ത് തിബി എന്നാണ്, തിബിന്റെ ഭാഗത്തിൽ കൂടിയുള്ള ഒരു കറാഹത്തടി പറഞ്ഞോളുണ്ട്. വകരിഹ കോമ് തൻഷീഫ, തുടക്കലി ഒരു കോമ് കറാഹത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വക്കാലു അൽ വലൂ യൂസനു, ഒതോടുത്ത വെള്ളം തൂക്കപ്പെടും. ഇത്തരം വെള്ളം ഇവന് ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്. കാലഹു സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സുഹരി പറഞ്ഞതാണ്. അപ്പോൾ മുഹദ്ദിസീങ്ങളാണ്, അത് എന്തെങ്കിലും ഇഷ്ടാനുസരണം പറയൂല. കറാഹത്തായ കാര്യങ്ങളാണ് എണ്ണിയത്. ഇപ്പം എണ്ണി വഫിൽ ഖബരി അന്നമൻ ദക്കറല്ലാഹ തആല ഇൻദ വുളൂഇഹി തഹറല്ലാഹു ജസദഹു കുല്ലഹു, ഈ ദിക്റിന്റെ വുളൂന്റെ അവസരത്തിൽ ദിക്റും കൂടി ഉണ്ടായാൽ ശരീരം മുഴുവനും എന്തായി? അല്ലാഹു തആല ശുദ്ധീകരിച്ചു. വമൻ ലം യദ്കുരില്ലാഹ തആല ലം യത്ഹറ മിൻഹു ഇല്ലാ മാ അസാബൽ മാ, ദിക്റില്ലെങ്കിൽ വെള്ളം തട്ടിയ സ്ഥലത്ത് മാത്രമേ ശുദ്ധീകരണം കിട്ടുള്ളൂ എന്ന്. ഉള്ളിലേക്കല്ല, ശരീരം ബാക്കി ഭാഗമുണ്ടല്ല, 4 അങ്ങേലാകെ കഴുകിയിട്ടുള്ളൂ. ഇനി ആളെക്കട്ടെ. വധു കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് മുന്നിട്ട വധു ഉപയോഗിച്ച് ലാഹിർ വൃത്തിയാക്കിയിട്ടുണ്ട്. വഹുവ മത്രഹു നദറിൽ ഖൽഖി, പടപ്പുകളെ നോട്ടം പതിയുന്ന സ്ഥലമാണത്.
فينبغي أن يستحيي من مناجاة الله تعالى من غير تطهير قلبه. കൽബ് തത്ഹീറാക്കാതെ കണ്ട് മുനാജാത്ത് നടത്തലിനെ തൊട്ടിട്ട് അവനിക്ക് ലജ്ജ തോന്നണം. എന്താ ബഹു മൗത്തിയോ നദറി റബ്ബി, റബ്ബിൻ്റെ നോട്ടം പതിയുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അതെങ്ങനെയത് വൽ യതഹഖഖ അന്ന തഹാറത്തൽ ഖൽബി ബിത്തൗബത്തി മിനൽ അഖ്ലാഖിൽ ദമീമ, മോശമായ സ്വഭാവങ്ങളെ തൊട്ട് തൗബ കൊണ്ടാണ് തഹാറത്തുൽ ഖൽബ്. വന്ന മനിക്തസറ അലാ തഹാറത്തിൽ ലാഹിരി, ലാഹിർ മാത്രം ശുദ്ധിയാക്കി ബാത്തിനെ ശുദ്ധിയാക്കാഞ്ഞാൽ, ഒരു ഉദാഹരണം, കമൻ അറാദ അൻ യദുഅ മലിക്കൻ ഇലാ ബൈത്തിഹി, രാജാവിനെ പുരയിലേക്ക് ക്ഷണിച്ച്, അപ്പോൾ തറക്കഹോ മഷഹൂനം ബിൽ കാതൂറാത്തി, പരക്ക് ഉള്ളിൽ മുഴുവനും കച്ചറ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ വസ്തഅബി തജ്സീസി ലാഹിറുൽ ബാബിൽ മറാനി മിനദ്ദാർ, വീട്ടിൻ്റെ ആ പൊന്നും കട്ടിലുണ്ടല്ലോ, പൊന്നു വെക്കൽ സുന്നത്താക്കപ്പെട്ട കട്ടിലല്ലേ, അവിടെ നിങ്ങോട്ട് സീറ്റ് ഔട്ടെല്ലാം വൃത്തിയാക്കി വെച്ച് രാജാവ് ഇതേ കോലത്തിലാണ് ഉണ്ടാകുന്ന ഉപമ പറഞ്ഞത്. വമാ അജ്ദറ മിസ്ല ഹാദർ റജുലി ബിത്താറുദി ലിമഖ്തിൽ വൽ ബവാർ ഇഹ്യാ ഉലുമുദ്ദീൻ, ഉപമ പറഞ്ഞത് നടക്കട്ടെ. അതെ, ഇസ്തിഗ്ഫാറും തൗബയെല്ലാം ചെയ്യണം. അനുഷ്ഠാനം തുടങ്ങാൻ 10 മിനിറ്റ് കാക്കുമല്ലോ പള്ളിയിലല്ലോ. അത് എന്തെല്ലോ കാട്ടിക്കൊണ്ട് ജാഹിലിങ്ങളെ കരുതി നമുക്ക് വേണ്ട, ആരും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ജാഹില് കണ്ടിട്ട് ആലിമെ പിൻപറ്റണ്ടല്ലോ, ഇന്നങ്ങനെയാണ്. ജാഹില് വലിയ നിർബന്ധമാണ്, ആലിമ്യങ്ങളെല്ലാം നമ്മളെ പിൻപറ്റണം. നമുക്ക് വലിയ ദുർഭാഷയാണ് പിൻപറ്റൂലെന്ന്. അപ്പോൾ ആലിമും ജാഹിലും തമ്മിൽ ഈ കൊല്ലിയാമി ഫീ ഫൈറ്റി എല്ലാ ദിവസം പയറ്റിലേ ഉള്ളത്.